ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സഹായം ദൈവത്തിൽ നിന്ന് ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു വേദനയാണ് മക്കളെ പ്രതിയുള്ള നൊമ്പരങ്ങൾ. അവരുടെ ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, അവരുടെ ജീവിതത്തിലെ വിശ്വാസ തകർച്ചയെക്കുറിച്ച്, വിട്ടുമാറ്റാത്ത പാപദുശീലങ്ങളെക്കുറിച്ച്, വഴിതെറ്റിയ ജീവിതത്തെക്കുറിച്ച്, പ്രണയബന്ധങ്ങൾ, ദൈവം ആഗ്രഹിക്കാത്ത തെറ്റായ ബന്ധങ്ങൾ, കർത്താവിൽ നിന്റെ വഴിയിൽ നിന്ന് ഏറെ അകന്നുപോയ നിരവധിയായ സംഭവങ്ങൾ, ഇതിനെല്ലാം ഓർത്ത് മനം കലങ്ങി മക്കളെ ഓർത്ത് നൊന്തുനീറി കഴിയുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് മനസ്സലിവിൻ്റെ ദൈവമാണ്. നമ്മുടെ കണ്ണുനീര് മറികടന്നു പോകാൻ ഒരിക്കലും കർത്താവായ യേശുവിനെ സാധിക്കുകയില്ല. പ്രിയ മാതാപിതാക്കളെ, ഈ ഒരു ശുശ്രൂഷ സ്വർഗം നമുക്കായി തന്നിരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ ശുശ്രൂഷയാണ്. കർത്താവ് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നൊരു ശുശ്രൂഷയാണ്. ഞാൻ ഈ ദിനങ്ങളിലെല്ലാം പല ആവശ്യങ്ങളെ പ്രതിയും പല കാര്യങ്ങളെ പ്രതിയും മനസ്സ് ഒത്തിരിയേറെ അസ്വസ്ഥമാകുമ്പോൾ, വേദനിച്ചപ്പോൾ കർത്താവ് തന്ന ഒരു ആലോചന ഇപ്രകാരമാണ്: എൻ്റെ ജനം വലിയ ആവശ്യത്തിലാണ്, എൻ്റെ ജനം വലിയ ആവശ്യത്തിലാണ്, എൻ്റെ ജനം കഷ്ടതയിലാണ്, കൊടിയ വേദനയിലാണ്, വിവിധങ്ങളായ തകർച്ചകളെ പ്രതിയുള്ള കണ്ണുനീരുകളിലാണ്. എൻ്റെ ജനം ഇന്നൊരുപാട് നൊമ്പരപ്പെട്ടിരിക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി നമ്മൾ അറിയണം. അവിചാരിതമായി ഒന്നും തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നില്ല. സഹായം ദൈവത്തിൽ നിന്ന്. ആരെല്ലാം കർത്താവിനെ പൂർണ്ണമായും ആശ്രയിക്കുന്നുവോ അവർക്കൊരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനം വാഗ്ദാനം തരികയാണ്. അവിടുത്തെ നോക്കിയവരെല്ലാവരും പ്രകാശിതരായി. ആരെല്ലാം പ്രത്യാശയോടെ കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിക്കുന്നുവോ അവർക്കൊന്നും ലജ്ജിക്കേണ്ടി വരികയില്ല. ഇന്ന് മക്കളെ പ്രതി ലജ്ജ അനുഭവിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളുണ്ട്. മക്കളെ പ്രതി കുടുംബത്തിലും സമൂഹത്തിലും അപമാനിതരായ ഒത്തിരിയേറെ മാതാപിതാക്കൾ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുനീര് കാണുന്നവനാണ് നമ്മുടെ ഈശോ. അവൻ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു സങ്കീർത്തന വചനമാണ് 51-ാം സങ്കീർത്തനം 17-ാം തിരുവചനം. കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുകയാണ്: ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ഈ വചനം രണ്ട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. മക്കളെ ഓർത്ത് ഉരുകി കഴിയുന്ന എത്രയോ അധികം മാതാപിതാക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ പ്രോമീസാണ്. ഉരുകിയ മനസ്സ് ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണ്. രണ്ടാമത് വചനം പഠിപ്പിക്കുന്നു,
നുറുങ്ങിയ ഹൃദയത്തെ കർത്താവ് നിരസിക്കുകയില്ല. മക്കളെ പ്രതിയുള്ള നമ്മുടെ ഹൃദയ നുറുക്കങ്ങള്, നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങള്, നമ്മുടെ മനസ്സിന്റെ കൊടിയ വേദനകള്, നമ്മുടെ ജീവിതത്തിന് ഏറ്റ അപമാനങ്ങള്, നാണക്കെടലുകള്, ഇതൊന്നും കർത്താവ് കാണാതെ പോകുന്നില്ല. നുറുങ്ങിയ ഹൃദയങ്ങളെ ഒരിക്കലും കർത്താവ് ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് പ്രത്യാശ തരുന്ന, ആനന്ദം തരുന്ന കർത്താവിൻ്റെ വാഗ്ദാനമാണിത്. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ കണ്ണുനീര് മറികടന്ന് പോകുവാൻ കർത്താവിന് കഴിയുകയില്ല. നിലവിളി കേൾക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുനീരിന് ഉത്തരം നൽകുന്ന സർവശക്തനായ ദൈവമാണ് കർത്താവായ യേശു. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ശ്രീ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 18 വചനത്തിൽ, എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മക്കളെയോർത്ത് വേദനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മോടാണ് ഈ വചനം കർത്താവ് ആവർത്തിച്ച് പറയുന്നത്. എന്താണ് ആ വചനം? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. മക്കളെയോർത്ത് നെഞ്ച് കലങ്ങിയിരിക്കുന്ന ഓരോ പിതാവിനോടും മാതാവിനോടും കർത്താവ് പറയുകയാണ്, മാതാപിതാക്കളെ വിട്ടുപേക്ഷിച്ച്, കുടുംബം വേണ്ടെന്ന് വെച്ച്, തെറ്റായ പ്രണയ കുരുക്കിൽപ്പെട്ട് കുടുംബം വിട്ടുപോയ നമ്മുടെ മക്കള്, ഇപ്പോഴും ആ കുഞ്ഞിനെയോർത്ത് നീറി കഴിയുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഈ അടുത്ത ദിവസം ഒരു അമ്മ വളരെ വേദനയോടെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. 22 വയസ്സ് വരെ ഞങ്ങൾ പൊന്നുപോലെ ഞങ്ങളെ മകളെ നോക്കി. ഞങ്ങളുടെ കുടുംബത്തിന് അവൾ വലിയൊരു ആനന്ദമായിരുന്നു. പക്ഷേ അവൾ പലതും മറച്ചു വെച്ചു. ഈ അടുത്ത ദിവസം നമ്മുടെ വിശ്വാസത്തിന് ചേരാത്ത ഒരു യുവാവുമായി അവൾ ഇറങ്ങിപ്പോയി. അമ്മ വേദനയോടുകൂടി പറയുകയാണ്, ഇതൊന്നും അവൾ ഒരു വാക്കുപോലും ഞങ്ങളോട് പങ്കുവെച്ചില്ല, ഞങ്ങൾ അറിയിച്ചില്ല. ഞങ്ങളുടെ മുൻപിൽ അഭിനയിച്ചുകൊണ്ട് കാപട്യത്തോടെ ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഞങ്ങളുടെ മുൻപിൽ അവൾ വളരെ ഭംഗിയായി അഭിനയിച്ചു. ബ്രദറെ, അത് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ മകള് ഞങ്ങളോട് ഈ ചതി ചെയ്തില്ലേ? അപ്പനും അമ്മയും മാനസിക രോഗികളായി തീർന്നില്ല എന്ന് അത്രമാത്രം കൊടിയ വിഷാദത്തിലും നിരാശയിലുമാണ്. കർത്താവിന്റെ വാഗ്ദാനം എന്താണ്? ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല. നിങ്ങൾ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടണ്ട, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. കർത്താവിന്റെ കരങ്ങൾ വളരെ ശക്തമാണ്. ഈ പ്രോമിസിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഈ സമയം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, നിങ്ങൾ വിളിക്കുക. നമ്മുടെ വിഷയങ്ങൾ എന്തു തന്നെയാകട്ടെ, അത് പരിഹരിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. അവിടുന്ന് സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, മനസ്സ് മടുത്തു പോകരുത്. നിരാശപ്പെട്ട് ഈ ജീവിതം വേണ്ടെന്ന് വെക്കരുത്. വിഷാദത്തിന്റെ നീർച്ചുഴിയിൽപ്പെട്ട് നിന്റെ വിശ്വാസം ദുർബലമായി പോകരുത്. കർത്താവ് എനിക്കും നിനക്കും തരുന്ന മുന്നറിയിപ്പാണിത്. പ്രത്യാശയോടെ നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം.
നിങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. ആ നിയോഗങ്ങൾക്കായി നിങ്ങൾ വിളിക്കുക. 24 മണിക്കൂറും ഷെക്കൻ ന്യൂസിന്റെ മീഡിയ കോംപ്ലക്സിൽ രാജാതി രാജാവായി പരിശുദ്ധ കുർബാനയായി എഴുന്നള്ളിയിരിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലെ ഇടമുറിയാതെ 24 മണിക്കൂറും പ്രാർത്ഥനകൾ, സ്തുതികൾ, ആരാധനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ആകുലപ്പെടാതെ ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ ഇരു കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വാഗ്ദാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്, കർത്താവിന്റെ വചനങ്ങളിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, മക്കളെ പ്രതിയുള്ള ആകുലതകളിലേക്ക്, വേദനകളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക പീഡയിൽ നിന്ന്, മനസ്സിന്റെ വിഷാദത്തിൽ നിന്ന്, മാനസികമായ മുറിവുകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ മക്കളിലേക്ക് വരണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശുദ്ധീകരിക്കണമേ. ദൈവകൃപ കൊണ്ട് അവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പാപബന്ധനത്തിന്റെ, ദുശീലങ്ങളുടെ, വിവിധങ്ങളായ അടിമത്തങ്ങളുടെ എല്ലാ കെട്ടുകളെയും അഴിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, നിലവിളിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് ഒരു മനസ്സോടെ വിശ്വസിച്ച് വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, ദൈവശക്തി ഇറങ്ങി വരുന്ന സമയം, കെട്ടുകൾ പൊട്ടുന്ന സമയം, മക്കളെയോർത്തുള്ള വേദനകള്, മക്കളെയോർത്തുള്ള ആകുലതകള്, മക്കളെയോർത്തുള്ള എല്ലാ വിഷമതകളും, നമ്മെ അലട്ടുന്ന പ്രതിസന്ധികള്, മനസ്സിന്റെ വേദനകള്, മുറിവുകള്, നൊമ്പരങ്ങള് ദൈവത്തിന്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ഒരു മനസ്സോടെ ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച്, എല്ലാവരും വിളിച്ച്, യേശുനാമം വിളിച്ച്, യേശുനാമം വിളിച്ച്. യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, അത്ഭുത ശക്തി വെളിപ്പെടട്ടെ, കൃപാശക്തി വെളിപ്പെടട്ടെ, അനുഗ്രഹത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, വിമോചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു. ഈശോയെ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവകൃപ പെരുമഴ പോലെ പെയ്യട്ടെ. എല്ലാ മാതാപിതാക്കളുടെ മേലും ദൈവത്തിന്റെ തീയായി ഊഹ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കാറ്റായി ഊഹ വീശിയടിക്കട്ടെ. പൈശാചിക ബന്ധനങ്ങള്, ഇരുട്ടിന്റെ ശക്തികള് നിർവീര്യമാകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരങ്ങൾ തുറന്നു പിടിച്ച്, കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിന്റെ ഈ വാഗ്ദാനം വിശ്വസിക്കുക, കർത്താവിന്റെ വചനം വിശ്വസിക്കുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ചേർന്ന് പാടി. ആമേൻ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഇവിടുത്തെ പൊന്നുവചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രോമീസ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് സർവശക്തനാണ്. ആകുലനാകരുതേ മകളെ, അസ്വസ്ഥയാകരുതേ. ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ.
ബോധ്യത്തോടെ പാടി പ്രാർത്ഥിച്ച് കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക. കർത്താവേ കൃപ തരണമേ. ക്ലേശം, ദുരിതം, പീഡനവും, രോഗമനർത്ഥം, ദാരിദ്ര്യം, പാടിയേ. എന്ത് തന്നെ വന്നാലും കർത്താവ് സർവശക്തനാണ്. ഒന്നും നിന്നെ അകറ്റരുതേ, രക്ഷകനിൽ നിന്നൊരു നാളും. ഈശോയേ കൃപ തരണമേ, കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയായുസിനെ നീട്ടാനാവുമോ മരനുലകേ. ആകുലയാകരുത് മകളെ. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാം സുരക്ഷിതമാണ്. നമ്മുടെ കർത്താവിന് അസാധ്യമായ യാതൊന്നുമില്ല. അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. വിശ്വസിക്കുക സഹോദര, സഹോദരി, നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക. ഇത് നിനക്കുള്ള വാഗ്ദാനമാണ്, നിനക്കുള്ള പ്രോമിസാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവചനമാണ്. ഈശോയേ, ഈശോയേ, ശങ്ക തുറന്ന് വിളിച്ച മക്കളെ, ഈശോയേ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം, പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം, ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാം ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. ഞങ്ങളെ മക്കളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങള്, പൈശാചിക രൂപികള്, അന്ധകാര പോരാട്ടങ്ങള്, ഇരുട്ടിന്റെ ശക്തികള് യേശുനാമത്തിന്റെ അനന്ത ശക്തിയാണ്, യേശു വചനത്തിന്റെ അനന്ത ശക്തിയാണ്, യേശുവിന്റെ തിരുരക്തത്തിന്റെ അനന്ത ശക്തിയാണ്, യേശുവിന്റെ തിരുക്കുരിശിന്റെ അനന്ത ശക്തിയാണ്, യേശുവിന്റെ തിരുബലിയുടെ അനന്ത ശക്തിയാണ്. ഛിന്ന ഭിന്നമായി പോകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഞങ്ങളുടെ മക്കളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, വചനത്തിൽ നിറയട്ടെ, വിശ്വാസത്തിൽ നിറയട്ടെ, ദൈവകൃപയിൽ നിറയട്ടെ. ഈശോയേ, ഈശോയേ, നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പൊന്നു അമ്മേ, ഇത് നമ്മുടെ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാളാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക, നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുക, നമ്മുടെ മക്കളെ സമർപ്പിക്കുക. അവരെ പ്രതിയുള്ള ആകുലതകള്, കണ്ണുനീരുകള്, വേദനകള്, കൊടിയ ദുഃഖങ്ങളെല്ലാം നമ്മുടെ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ആവേ മരിയ, ആവേ 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 മരിയ, അമ്മേ അമ്മേ അമലേ അമലേ ആമേൻ, ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരുന്നേ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവം സഹായം ദൈവത്തിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന അടയാള വചനമാണ് സഹായം ദൈവത്തിൽ നിന്ന്. പലപ്പോഴും നമ്മൾ വിവിധങ്ങളായ പ്രതിസന്ധികളിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ഓർത്ത് വേദനിക്കുമ്പോൾ, അവരുടെ ഹൃദയം ഓരോ ദിവസവും കഠിനമായി കഠിനമായി മാറുമ്പോൾ ചങ്ക് തകരുന്നത് ഒരപ്പൻ്റെയും അമ്മയുടേതുമാണ്. പ്രിയ മാതാപിതാക്കളെ, മക്കളെ പ്രതിയുള്ള
വിവിധങ്ങളായ വേദനകളും ആശങ്കകളും നൊമ്പരങ്ങളും മുറിപ്പാടുകളും നമ്മുടെ ജീവിതത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞങ്ങൾക്കുള്ള സഹായം എവിടെ നിന്ന് വരും? ആര് ഞങ്ങളെ സഹായിക്കും? പലപ്പോഴും മക്കളുടെ ചില ദുർനടപടികൾ മൂലം സ്വന്തക്കാർ കുറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങളുടെ വളർത്തു ദോഷം കാരണമാണ് മകൻ മകൾ ഇപ്രകാരമായതെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാതെ നമ്മെ പരിഹസിക്കുമ്പോൾ ദുഷിക്കുമ്പോഴൊക്കെ വല്ലാതെ നമ്മുടെ മനസ്സ് പിടയാറുണ്ട്. എവിടെ നിന്നാണ് ഒരു സഹായം ഉണ്ടാവുക? സഹായം ചിന്തിച്ചവരെല്ലാം തിരിഞ്ഞു കുത്തുകയാണ്. അടുത്ത ദിവസം ഒരു സഹോദരൻ, ഒരു അപ്പൻ, ഏകദേശം 58 വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന് മകള് ചെയ്ത ഒരു ദുർനടപ്പ് മൂലം, അവളുടെ ഒരു തെറ്റായ ബന്ധം മൂലം ആ കുടുംബം സമൂഹത്തിലും ആ ദേശത്തും വളരെയധികം അപമാനിക്കപ്പെട്ടു. വളരെ പ്രിയപ്പെട്ടവരെന്ന് കരുതിയ പല ബന്ധുമിത്രങ്ങളും അദ്ദേഹത്തിന് മുഖത്ത് നോക്കി ഒരു ദാക്ഷിണ്യമില്ലാതെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ടാണ് കാര്യം. അവളിങ്ങനെ കൊഞ്ചിച്ച് നിങ്ങൾ വഷളാക്കി. വളർത്തു ദോഷമാണ്, നേരത്തെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ തന്നെ മകള് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഹൃദയവേദനയിൽ ആ കുടുംബം, ആ മാതാപിതാക്കൾ നൊമ്പരപ്പെട്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെന്ന് കരുതിയ ചില വ്യക്തികൾ തിരിഞ്ഞു കുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ ന്യായമായൊരു ചിന്ത വരും, എവിടുന്ന് സഹായം വരും? ആര് സഹായിക്കും? സഹായിക്കാനുള്ളവരെ ഇപ്രകാരമാണ് പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും. പലപ്പോഴും ഇത് നമ്മളെ വല്ലാതെ മാനസികമായി തളർത്തിക്കളയാറുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധമായ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നിത്യസഹായകൻ ആരാണ്? യഥാർത്ഥ സഹായം നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? 121 സങ്കീർത്തനം 1-2 വചനങ്ങൾ. എത്ര മനോഹരമായ വചനമാണ്! സങ്കീർത്തകനായ ദാവീദ് താൻ ഒരുപാട് വേദനിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ ദാവീദ് ഏറ്റുപറയുന്നൊരു വചനമാണിത്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം, രണ്ടാമത്തെ വചനം പറയുന്നു, എനിക്കുള്ള സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ പ്രതിസന്ധിയിൽ ഒറ്റയ്ക്കല്ല. ഈ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ അനുഭവിക്കുന്ന ഈ കൊടിയ നൊമ്പരത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. മാനുഷികമായി ഒരുപാട് വേദനകളും ദുരിതങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും, പ്രിയ പിതാവേ, മാതാവേ, ഇത് നിനക്കുള്ള കർത്താവിൻ്റെ മനസ്സാണ്. പരിശുദ്ധാത്മാവ് എന്താണ് നമ്മോട് പറയുന്നത്? നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളിൽ, സങ്കടങ്ങളിൽ, വേദനകളിൽ നാം ഒറ്റയ്ക്കല്ല. എപ്പോഴും നമ്മെ സഹായിക്കുവാൻ നിത്യസഹായകനായി നമ്മുടെ കർത്താവായ യേശു നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിനൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിത്യസഹായകനായി കർത്താവ് കൂടെയുണ്ട്. ഈ ദുരിതത്തിൽ, ഈ വേദനയിൽ, ഈ നൊമ്പരത്തിൽ, ഈ കൊടിയ സഹനത്തിൽ നിത്യസഹായകനായി കർത്താവ് കൂടെയുണ്ട്. ഒത്തിരിയേറെ പേര് പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വയനാട്ടിൽ നിന്ന് ഒരു സഹോദരി മേരിക്കുട്ടി വിളിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതുപോലെ ആ വാട്സപ്പിൽ കാണുന്ന വാട്സപ്പ് മെസ്സേജിലേക്ക് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം അയയ്ക്കുക. നമുക്ക് മേരിക്കുട്ടി, അദ്ദേഹം ആ സഹോദരിക്ക് വേണ്ടി
അതോടൊപ്പം ഇതുപോലെ വേദനിക്കുന്ന അനേകം സഹോദരി സഹോദരൻ മാതാപിതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. മേരിക്കുട്ടി നമ്മൾ വിളിക്കുന്നുണ്ട്, നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. ഹലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാന് മകളുടെ മകന് വേണ്ടിട്ടാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. മകളുടെ മകന് വേണ്ടി അല്ലേ? അവന്റെ പേരെന്താ? നിജില്. നിജിൽ എന്ത് ചെയ്യുന്നു? അവന് കൂലിപ്പണിയൊക്കെ ചെയ്യുന്നു. കൂലിപ്പണി എന്താ അവന്റെ പ്രശ്നം? ആ കുഞ്ഞിന്റെ വിഷയം എന്താ? അവന്റെ പ്രോബ്ലം എന്താ? കുദാശകൾ സ്വീകരിക്കുകയില്ല. അവന് 25 വയസ്സായി. അവനോട് കുദാശി എളുപ്പം തുടങ്ങിയ കുദാശി പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. അച്ഛന്മാരും പിതാവ് വരെ പറഞ്ഞു, അവൻ സിസ്റ്റർമാര് പറഞ്ഞു, ഞങ്ങളൊക്കെ ആവർത്തിച്ച് പറഞ്ഞു. അവനൊരു പ്രത്യേക സ്വഭാവമാണ്, അവനൊന്നും വഴങ്ങൂല. അമ്മച്ചി വിഷമിക്കേണ്ട. അവൻ പള്ളിയിൽ പോകുന്നില്ല അല്ലേ? പള്ളിയിൽ പോകുന്നില്ല, കുദാശ സ്വീകരണം ഇല്ല, യാതൊരു വിശ്വാസവും ഇല്ല അല്ലേ? പിന്നെ മദ്യപാനം, മയക്കുമരുന്ന്, പിന്നെ എല്ലാ അടിമയാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. ഹൃദയം നുറുങ്ങിയവരെ കർത്താവ് ഒരിക്കലും നിരസിക്കില്ല. നമ്മളിപ്പോൾ വചനത്തിൽ കേട്ടില്ലേ, നമ്മൾക്കുള്ള സഹായം കർത്താവിൽ നിന്ന് വരും കേട്ടോ. അമ്മച്ചി വിശ്വസിക്കുക, മകളോട് പറയാ, നിങ്ങൾ ഒന്നിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക കേട്ടോ. നമുക്ക് നിജിലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ മക്കള് ഒരുപാട് ബന്ധനത്തിലാണ്. ഒത്തിരി മാതാപിതാക്കൾ വേദനിക്കുന്നുണ്ട്. ആ മാതാപിതാക്കളെ കണ്ണുനീരുകളോട് ചേർന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മച്ചി ആയിരിക്കുന്ന സ്ഥലത്ത് ആ വീട്ടിലിരുന്ന് ഉറക്കെ ഉച്ചത്തിൽ കർത്താവ് നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇതുപോലെ എല്ലാ മക്കളും അവർക്ക് വിടുതലുണ്ടാകാൻ, അവരിൽ കൃപ നിറയാൻ, അഭിഷേകം നിറയാൻ, പരിശുദ്ധാത്മാവിനെ അവർ അഭിഷേകരാകാൻ, എല്ലാ കെട്ടുകളും പൊട്ടുവാൻ, അവിശ്വാസത്തിന്റെ, മ്ലേച്ഛതയുടെ, ദുശീലങ്ങളുടെ, ദുഷ്ടടക്കത്തിന്റെ എല്ലാ ബന്ധന കുരുക്കുകളും പരിശുദ്ധാത്മാവ് അഴിച്ചു കളയാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. ഈശോയെ, ഇതുപോലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. തീ ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിൽ നിന്ന് അഗ്നി ഇറങ്ങട്ടെ. തീ സാന്നിധ്യം എല്ലാ കുരുക്കുകളെയും എല്ലാ ബന്ധനങ്ങളെയും കരിച്ചു കളയുന്ന കർത്താവിന്റെ തീയെ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. അമ്മച്ചി പ്രത്യേകം യെശയ്യാ പ്രവചനം 44 അധ്യായം 3 വചനം ആ മകന് വേണ്ടി, ഇതുപോലെ മക്കൾക്ക് വേണ്ടി വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് മധ്യസ്ഥം വഹിക്കുക കേട്ടോ. യെശയ്യാ 44:3 പ്രാർത്ഥിക്കാം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ സഹോദരങ്ങളെ, ഒത്തിരിയേറെ മാതാപിതാക്കൾ കൊണ്ട് അമ്മച്ചി പറഞ്ഞു കേട്ടു, കുദാശകളില്ല, പ്രാർത്ഥനയില്ല, യാതൊരു വിശ്വാസവുമില്ല. വൈദികരും സമർപ്പിതരും അഭിനന്ദ പിതാവും മാതാപിതാക്കൾ ഒരുപാട് ഉപദേശിച്ചു. ഇത് ഒരു മകൻ്റെ മാത്രം വിഷയമല്ല. ഇതുപോലെ ആയിരക്കണക്കിന് നമ്മുടെ മക്കൾ ഇന്ന് അവിശ്വാസത്തിലും വിശ്വാസരാഹിത്യത്തിലും അതുപോലെ വിവിധങ്ങളായ പാപത്തിൻ്റെ അടിമത്തങ്ങളിലുമാണ്. ഇവിടെയാണ് കർത്താവിൻ്റെ പ്രോമീസിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. സഹായം കർത്താവിൽ നിന്ന് വരും. 56 സങ്കീർത്തനം 8 വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, ഇന്ന് ഈ ലോകത്തിലെ പല വിധത്തിലുള്ള ബാങ്കുകളുണ്ടല്ലേ. ബ്ലഡ് ബാങ്ക്, രക്തം സൂക്ഷിക്കാൻ രക്തത്തിൻ്റെ ബാങ്കുണ്ട്, ബ്ലഡ് ബാങ്കുണ്ട്. അതുപോലെ പണം സൂക്ഷിക്കാനായിട്ട് മണി ബാങ്കുണ്ട്. എന്തോരം ബാങ്കുകളാണ്. മണി ബാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഐ ബാങ്ക്, കണ്ണ് സൂക്ഷിക്കാൻ, പല അവയവങ്ങൾ സൂക്ഷിക്കാൻ പല ഓർഗൻസിൻ്റെ ബാങ്കുകളുണ്ട്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ഒരിടത്തും കണ്ണുനീര് സൂക്ഷിക്കാനായി ഒരു ബാങ്കില്ല. എന്നാൽ സ്വർഗത്തിൽ അപ്രകാരം ഒരു ബാങ്കുണ്ട്, കണ്ണുനീര് സൂക്ഷിക്കുന്ന ബാങ്ക്. 56 സങ്കീർത്തനം 8 വചനം അതാ പഠിപ്പിക്കുന്നത്. നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇത് ശക്തമായ കർത്താവിൻ്റെ വാഗ്ദാനമാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ആരെല്ലാം കണ്ണുനീരോടെ നിലവിളിക്കുന്നുവോ,
കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവോ, ഒരു കണ്ണുനീർ തുള്ളി പോലും പാഴായി പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും വീഴ്ത്തുന്ന ഓരോ കണ്ണുനീർ തുള്ളിയും കർത്താവിന്റെ കുപ്പിയിൽ കർത്താവ് ശേഖരിച്ചിട്ടുണ്ട്. എന്താ എൻ്റെ അർത്ഥം? കണ്ണുനീരോട് കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളെ ഉയർച്ചകളാക്കും, നമ്മുടെ ദുഃഖ ദുരിതങ്ങളെ ആനന്ദമാക്കി മാറ്റും, നമ്മുടെ പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കും. അസാധ്യമെന്ന് തോന്നുന്ന നമ്മുടെ മുൻപിലുള്ള സകല അസാധ്യതകളെയും ആ കണ്ണുനീർ കണങ്ങൾ സാധ്യതകളാക്കി മാറ്റുമെന്ന് കർത്താവിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഉച്ചത്തിൽ ഹല്ലേലൂയ പറയേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. പ്രിയ പിതാവേ, മാതാവേ, നിന്റെ കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിൽ വിശ്വാസം വളരുവാൻ, പാപബന്ധനത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ, പരിശുദ്ധ കുദാശകളിലേക്ക് കടന്നു വരുവാൻ, കർത്താവിന്റെ സത്യവചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ഒഴുക്കുന്ന ഓരോ കണ്ണുനീർ തുള്ളിയും വളരെ വിലപ്പെട്ടതായി കർത്താവ് കാണുകയാണ്. അതിലൊന്നുപോലും പാഴായി പോകുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കുന്നില്ല. നമ്മുടെ കണ്ണുനീര് കർത്താവിന് കൊടുക്കുക. നമ്മുടെ കണ്ണുനീർ കണങ്ങൾ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മൾ മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുമ്പോൾ എന്താ പറ്റും? നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒഴുക്കുന്ന ഓരോ കണ്ണീരും അത് വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. നമ്മൾ വിത്ത് വിതയ്ക്കുന്നത് പോലെയാ. നമുക്കറിയാം, ഒരു വിത്ത് വിതച്ചാൽ ഉറപ്പാണ് അതിനനുകൂലമായ സാഹചര്യമുണ്ടെങ്കിൽ അത് പൊട്ടി മുളയ്ക്കും, അത് ഫലം ചൂടും, അത് പാഴായി ഒരിക്കലും പ്രയോജനമില്ലാതെ പോകുന്നില്ല. 126 സങ്കീർത്തനം 5-ാമത്തെ വചനം എന്താണ്? മാതാപിതാക്കളെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളോട് പറയുന്നത്, കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. ശ്രദ്ധിച്ച്, കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. ആനന്ദഘോഷത്തോടെ. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ മക്കൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒഴുക്കുന്ന ഓരോ കണ്ണീരും അത് വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. ആ കണ്ണുനീര് പാഴായി പോകുവാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. അതിന് റിസൾട്ട് ഉണ്ട്, വലിയ ഫലങ്ങളുണ്ട്, അനുഗ്രഹമുണ്ട്, അവിടെ വിടുതലുണ്ട്, വീണ്ടെടുപ്പുണ്ട്. സഹോദരങ്ങളെ, വിശ്വസിച്ചോ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ നമ്മുടെ മക്കളെ കുറിച്ച് ആനന്ദിക്കുവാൻ കർത്താവ് ഇട നൽകും. ഇന്ന് നമ്മുടെ മക്കളെ പ്രതി ചില അപമാനങ്ങൾ നമുക്കുണ്ടായി, നമുക്ക് നമ്മുടെ കുടുംബക്കാരുടെ ഇടയിൽ ചില വേദനകൾ ഉണ്ടായി, പലപ്പോഴും നമ്മളെ ഒറ്റപ്പെടുത്തി, നമ്മളെ ദുഷിച്ചു. ഇതുമൂലമൊക്കെ നമ്മുടെ മനസ്സിന് പല വേദനകളും മുറിവുകളെല്ലാം ഉണ്ടായി. എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം ഉറപ്പ് തരികയാണ്, എൻ്റെ സഹോദര സഹോദരി, ഇത് നിനക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ മനസ്സാണ്, ഇത് സ്വർഗം തരുന്ന ആലോചനയാണ്. നീ പ്രത്യാശയോടെ പിന്മാറിപ്പോകാതെ വിശ്വാസത്തോടെ കണ്ണുനീരോടെ നിലവിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ, ആ കണ്ണുനീരിലൂടെ, ആ നിലവിളിയിലൂടെ നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തും. അവരെ പ്രതി ആനന്ദിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തുമെന്നാണ് 126 സങ്കീർത്തനം 5-ാം വചനം പഠിപ്പിക്കുന്നത്. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേ, ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. നമുക്ക് ഒത്തിരിയേറെ കോളുകൾ വരുന്നുണ്ട്, നമുക്ക് എല്ലാം എടുക്കാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് ഒരു കോള് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ലൂസി തൃശ്ശൂരിൽ നിന്നാണ് ആ സഹോദരി വിളിക്കുന്നത്. നമുക്ക് ആ സഹോദരിയുടെ നിയോഗം നമുക്ക് കേൾക്കാം. എൻ്റെ സഹോദരങ്ങൾ, ഇത് കേൾക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനാണ്. ഇതുപോലെ വേദനിക്കുന്ന അനേക മാതാപിതാക്കളെ കണ്ണുനീര് കർത്താവ് തുടച്ചു മാറ്റി അവർക്ക് ആശ്വാസവും വിമോചനവും ലഭിക്കുവാനാണ്.
കർത്താവിൻ്റെ കരങ്ങൾക്ക് വിമോചനത്തിൻ്റെ ശക്തിയുണ്ട്. നമ്മൾ വീണ്ടെടുക്കുവാനുള്ള ശക്തിയുണ്ട്. നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാനുള്ള ശക്തിയുണ്ട്. ആ കരങ്ങൾ ഒരിക്കലും ദുർബലങ്ങളല്ല. സഹോദരി ലൂസി, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എന്തിനു വേണ്ടി മകൻ എന്ത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഞങ്ങളൊരു വീട് കണ്ടു, ലോൺ എടുത്ത്. അപ്പൊ പിന്നെ അതിന് കൂലിപ്പണിയായിരുന്നു. അപ്പൊ മരം മുറിക്കാനൊക്കെ അവൻ പോവും. അതില് കുറെ കടങ്ങൾ വന്നു. വീട് പണിതിട്ട് വീടിന്റെ പണി മുഴുവനും കഴിഞ്ഞിട്ടില്ല, തേച്ചിട്ടൊന്നുമില്ല. അവന് 2 മക്കളുണ്ട്. കടബാധ്യത മൂലം അവൻ നാട് വിട്ടു. കടബാധ്യത മൂലം നാട് വിട്ടു പോയി. എത്ര നാളുകളായി നാട് വിട്ടു പോയിട്ട്? 2 കൊല്ലം അവനപ്പോഴേ. 2 കൊല്ലം ആവാറായി. നിങ്ങളെ വല്ലപ്പോഴും വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയുന്നുണ്ടോ? ഒന്നും വിളിച്ചിട്ടില്ല. എവിടെയെന്ന് അറിയുമോ? 2 മക്കളുണ്ട്. ഇതുവരെ അവൻ എവിടെയാണെന്നോ അല്ലെങ്കിൽ അവൻ ഒരു കോള് പോലും വിളിച്ചിട്ടില്ല. അപ്പോ വല്ലാത്തൊരു വേദനയിലാണ് അല്ലേ? അതെ. വിഷമിക്കട്ടെ കേട്ടോ. നമ്മുടെ കണ്ണുനീര് കാണുന്നവൻ നമ്മുടെ കർത്താവ്. ഒരിക്കലും നമ്മുടെ നിലവിളി മറികടന്ന് പോകാൻ ഈശോയ്ക്ക് സാധിക്കില്ല കേട്ടോ. മകന്റെ പേരെന്താ? വിൻസൻ അല്ലേ? നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. ആയിരങ്ങളിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. ഇതുപോലെ നാട് വിട്ടുപോയ, പല പ്രതിസന്ധികൾ മൂലം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ വീട് വിട്ടുപോയ, ദേശം വിട്ടുപോയ ആയിരക്കണക്കിന് സഹോദരങ്ങൾ നമ്മുടെ കുടുംബങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ട്. അവരിലേക്കും ഈ ശക്തി ഇറങ്ങിച്ചെല്ലുവാൻ, കർത്താവിന്റെ കരം അവരുടെ മേൽ വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരിൽ ചെന്ന് പതിക്കുവാൻ നമ്മൾ ഒന്നിച്ച് അമ്മയോടൊപ്പം ഈ കണ്ണുനീരോട് ചേർന്ന് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. കൃപകൾ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. അമ്മയുടെ കണ്ണീര് കാണണം കർത്താവേ. 2 മക്കളുണ്ട്. ആ മക്കളെയും പ്രിയപ്പെട്ട ഭാര്യയെയും മാതാപിതാക്കളെയും മുഴുവൻ വിട്ടെറിഞ്ഞ് നാട് വിട്ടുപോയ ആ മകനോട് കരുണ കാണിക്കണമേ. അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവകൃപ ഇറങ്ങട്ടെ. ആ കെട്ടുകളും ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറി പോകട്ടെ. In the name of Jesus, in the name of Jesus, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 14-ാമത്തെ വചനം മകന് വേണ്ടി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം കേട്ടോ. ആ വചനത്തിലൂടെ ചില കെട്ടുപാടുകൾ കർത്താവ് അഴിച്ചു കളയും. യെശയ്യാ പ്രവചനം, യെശയ്യാ 43-ാം അധ്യായം 14-ാമത്തെ വചനം. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഭാരപ്പെടാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ശക്തിയിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചോണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, എത്രയെത്രയോ ജീവിതങ്ങളാണ് ഇതുപോലെ മക്കളെ ഓർത്ത് വിവിധങ്ങളായ വിഷയങ്ങൾ. അമ്മച്ചിയുടെ വേദന കണ്ടു. ആ മകന് 2 കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മാതാപിതാക്കള്. പക്ഷെ വലിയ കടബാധ്യത മൂലം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ നാട് വിട്ടുപോയി. 2 വർഷമായി യാതൊരു വിവരവുമില്ല. എന്തൊരു വേദനയായിരിക്കും. ആ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം അപ്പനെ കാണാൻ പറ്റുന്നുണ്ടോ? ആ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ മാതാപിതാക്കളുടെ സങ്കടം ആലോചിച്ച് നോക്കി. ഇതുപോലെ 100 കണക്കിന് മക്കൾ ഇതുപോലെ പല അവസ്ഥകളും നാടും വീടും വിട്ടുപോയ അവസ്ഥകളുണ്ട് സഹോദരങ്ങളെ. എത്ര കുടുംബങ്ങളാണെന്ന് കണ്ണുനീരില്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എൻ്റെ ജനം വലിയ ആവശ്യത്തിലാണ്, എൻ്റെ ജനം വലിയ ആവശ്യത്തിലാണ്. സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള പല ലൈവ് ശുശ്രൂഷകൾ, പ്രോഗ്രാമുകൾ ദൈവജനത്തിന് വേണ്ടി ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കഴിഞ്ഞ 4 ദിനങ്ങളിൽ ബഹുമാനപ്പെട്ട അലോഷ്യച്ചനിലൂടെ ഡെലിവറൻസ് റിട്രീറ്റ് കർത്താവ് തന്നു. എത്രയോ ആയിരങ്ങളെ കർത്താവ് തൊട്ടത് വചനമയച്ച് യേശുനാമത്തിന് അത്ഭുത ശക്തിയാല്, പരിശുദ്ധാത്മാവിന് അനന്തമായ അഭിഷേകത്താല് 10,000 കർത്താവ് വിമോചിപ്പിച്ച കൃപയുടെ 4 ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്റെ സഹോദരങ്ങളെ, വിശ്വസിക്കുക. 34-ാം സങ്കീർത്തനം 18-ാമത്തെ വചനത്തിൽ കർത്താവ് വീണ്ടും മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ
നമുക്ക് വാഗ്ദാനം തരികയാണ്. എന്താണ് ഈശോ തരുന്ന വാഗ്ദാനം? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയ ഒരു വ്യക്തിയെ പോലും കർത്താവ് നിരാശപ്പെടുത്തുകയില്ല. കർത്താവ് ഒരിക്കലും അവരെ സങ്കടപ്പെടുത്തുകയില്ല. ഇപ്പോൾ നമ്മൾ കണ്ടു, പലരും ഫോൺ വിളിച്ച് അവരുടെ വേദനകൾ പറയുക. 100 കണക്കിന് കോളുകൾ വരുന്നു. നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് ജീവിതങ്ങൾ ഇതുപോലെ വിവിധങ്ങളായ ദുരിതത്തിലും കഷ്ടതയിലുമാണ്. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഒരു തകർച്ച വരുമ്പോൾ അകന്നു പോകുന്നവനല്ല നമ്മുടെ ഈശോ. ഹല്ലേലൂയ. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു കൊടിയ തകർച്ച വരുമ്പോൾ, ഒരു വലിയ നാശം സംഭവിക്കുമ്പോൾ മനുഷ്യൻ അകന്നു പോകും. കാരണം ഞാൻ അടുത്ത് നിന്നാൽ ആ പ്രശ്നം ഇനി ഞാൻ ഇടപെട്ട് അത് കൂടുതൽ എനിക്കതൊരു ബാധ്യതയാകോ എന്ന് പേടിച്ച് പലരും അകന്നു പോകുന്നു. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കാരുണ്യം എപ്രകാരമുള്ളതാ? ആരെല്ലാം ഹൃദയനുറുക്കത്തോടെ ആയിരിക്കുന്നവോ അവർക്കെല്ലാം സർവശക്തനായ കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ആകുലപ്പെട്ട് മനസ്സ് തകർന്ന് നീ നരകതുല്യമായി ജീവിക്കരുത്. എന്തിനായി ഒരു ജീവിതം? എന്തിനായി ഈ ജന്മം കർത്താവേ എനിക്ക് നീ തന്നത്? ഇതുപോലെ നരകയാതന അനുഭവിക്കാനാണോ? ഇതുപോലെ വേദനിച്ച് നീറി ഓരോ ദിവസവും കഴിയാനാണോ ഈ ജീവിതം തന്നത്? ചോദിക്കരുത് സഹോദരങ്ങളെ. ചില മാനുഷികമായി പല ഞെരുക്കങ്ങളും നമ്മളെ വന്നിങ്ങനെ പിടികൂട്ടുമ്പോൾ നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ, ന്യൂജൻ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ പിടി പോകും, നമ്മുടെ കൺട്രോൾ പോകും. പലപ്പോഴും നമ്മൾ ഇതുപോലെ ചോദിക്കും, വൈ ലോർഡ്, എന്തുകൊണ്ടത് കർത്താവേത്? വൈ മീ, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു? എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എന്തുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഈ ദുർഗതിയുണ്ടായി? സഹോദരങ്ങളെ, കർത്താവിനൊരിക്കലും തെറ്റുപറ്റുകയില്ല. കർത്താവിനൊരിക്കലും തെറ്റുപറ്റുകയില്ല. എന്ത് തന്നെ സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്കായി നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ കഴിയുന്നവനാണ് സർവശക്തനായ നമ്മുടെ കർത്താവ്. കരമടിച്ച് ഈശോയ്ക്ക് മാത്രം കൊടുത്ത് നല്ലൊരു കൈഡി കൊടുത്ത്, നല്ലൊരു കൈഡി കൊടുത്ത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ എന്താണ് ഈശോ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. യോഹന്നാന്റെ സുവിശേഷം 14:1 പറയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. സഹോദരങ്ങളെ, ഇത് വളരെ പ്രാധാന്യമുള്ള കർത്താവിന്റെ വചനമാണ്. പ്രിയ മാതാപിതാക്കളെ, നമ്മെ നോക്കി എന്താണ് കർത്താവ് പറയുന്നത്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. മക്കളെ ഓർത്ത്, അവരുടെ മദ്യപാനം, അവരുടെ തെറ്റായ ജീവിതം, അവരുടെ പ്രണയ കുരുക്കുകൾ, അവരുടെ കഞ്ചാവ്, അല്ലെങ്കിൽ അവരുടെ വഴിവിട്ട ജീവിതങ്ങൾ, വിശ്വാസമില്ലാത്ത ജീവിതം, ദുർനടപ്പുകൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, കുടുംബത്തോടും മാതാപിതാക്കളോട് സ്നേഹമില്ലായ്മ, പഠനത്തിൽ ഉഴപ്പ്, ഒരു നിസ്സംഗത, എല്ലാറ്റിലും അലസത, ഇങ്ങനെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ മൂലം മാതാപിതാക്കളെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഇത് കർത്താവിൻ്റെ ജീവനുള്ള വാക്കുകളാണ്. പലപ്പോഴും ഹൃദയം മടുത്തു പോകുന്ന പലതും നമ്മൾ കേൾക്കും, കാണും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മുടെ ഹൃദയം മടുത്തു പോകുന്നു. കർത്താവ് പറയുക, അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവീൻ. സഹോദരങ്ങളെ, വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. ദൈവത്തിന് അറിയാവുന്ന ഭാഷ വിശ്വാസത്തിന്റെ ഭാഷയാണ്. ദൈവം പ്രവർത്തിക്കുന്നത് വിശ്വസിക്കുന്നവരിലാണ്. വചനം പ്രവർത്തിക്കുന്നത് വചനത്തിൽ വിശ്വസിക്കുന്നവരിലാണ്. കർത്താവ് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നത് തന്നിൽ വിശ്വസിക്കുന്നവരിലാണ്. പരിശുദ്ധാത്മാവ് ഇന്നും ശക്തിയോട് ഇടപെടുന്നത് തന്നിൽ വിശ്വസിക്കുന്നവരിലാണ്. ആര് വിശ്വസിക്കുന്നവോ
അവർക്ക് മഹത്വം കാണാം. ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ഡെലിവറൻസ് കാണാം. ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് അത്ഭുതം കാണാം. ഇത് കർത്താവിന്റെ പ്രോമിസ് ആണ്. യോഹന്നാന്റെ സുവിശേഷം 11:40 എന്താണ് ഈശോ പഠിപ്പിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വചനം. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന്, നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, സ്വന്തം സഹോദരനെയോർത്ത് മരണപ്പെട്ടു പോയ, തൻ്റെ സഹോദരനെയോർത്ത് വാവിട്ട് കരയുന്ന, വളരെ വേദനയോടെ നിലവിളിക്കുന്ന മർത്തയെ നോക്കി കർത്താവ് പറയുന്ന വാക്കാണ്, മർത്ത, നീ വിശ്വസിച്ചാൽ എൻ്റെ മഹത്വം കാണാം. മക്കളെ ഓർത്ത് നീറി കഴിയുന്ന മാതാപിതാക്കളെ, അവരുടെ ജീവിതം എന്ത് തന്നെയാകട്ടെ, അവരുടെ ജീവിതം നമ്മൾ കാണുമ്പോൾ പ്രത്യാശയ്ക്ക് നമുക്ക് യാതൊരു വകയില്ലെങ്കിൽ പോലും നിങ്ങൾ ജീവിക്കുന്ന കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുക. ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. വചനം ഈശോ തന്നെയാണ്. ആകാശവും ഭൂമിയും മാറിയാലും എന്റെ വചനം മാറുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യമാണ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവമഹത്വം. എല്ലാവരും നേറ്റു പറഞ്ഞേ, വിശ്വസിച്ചാൽ ദൈവമഹത്വം. മക്കൾക്ക് വേണ്ടി നമ്മൾ പൂർണ്ണമായും കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മക്കളിൽ ദൈവമഹത്വം. പറഞ്ഞ മക്കളിൽ ദൈവമഹത്വം. അതിലൂടെ ഉച്ചത്തിൽ പറഞ്ഞ മക്കളിൽ ദൈവമഹത്വം. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു സംശയം വേണ്ട. മറ്റൊരു കോള് നമുക്കത് എടുക്കാം. ഡെയ്സി എറണാകുളത്തിൽ നിന്ന് ഡെയ്സി എന്ന സഹോദരി വിളിച്ചിരിക്കുകയാണ് വളരെ വേദനയോടെ. പ്രൈസ് ദി ലോർഡ്. സഹോദരി, എന്താണ് വിഷയം? എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? എന്റെ മോൻ ജോസ് മാത്യു, അവൻ കഞ്ചാവ് MDM എന്തൊക്കെ കഴിച്ചിപ്പോ ഡിഷനിലാണ്. 8ാം ക്ലാസ് അപ്പൊ തുടങ്ങിയതാണ്. 8ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് അവന്. അപ്പൊ അവൻ എല്ലാം മദ്യപാനം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പഠിക്കൂല, +2 പോയിട്ട് പഠിക്കാൻ പറ്റിയില്ല. മകന്റെ പേരെന്താ സഹോദരി? അവന്റെ പേര് ജോസ്. അവനെ പള്ളിയിലിട്ടേക്കണ ഇമ്മാനുവൽ. അവന്റെ പേര് ജോസ്. അവൻ 8ാം ക്ലാസ് മുതലേ മദ്യവും അതുപോലെ പയ്യെ കഞ്ചാവും MD ഒക്കെ അടിച്ചു. മദ്യം എല്ലാം കഴിച്ച് അവസാനം വായിന്ന് ബ്ലഡ് വന്ന് ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി. പിന്നെ അവൻ അതൊക്കെ നിർത്തിയതാണ്. അവനെന്തോ അവന്റെ കൂട്ടുകാരെല്ലാരും അവനെന്തൊക്കെ വേദനിപ്പിക്കുക. അവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ്, ഒരു 2 ആഴ്ച മുമ്പ് പറഞ്ഞ്, ഞാൻ മാത്രം എന്തോരം സഹിക്കണം, എന്നോട് മാത്രം എന്താണ്, എനിക്ക് എന്റെ കൂട്ടുകാർക്കൊന്നും എങ്ങനെയില്ല, ഞാൻ മാത്രം എന്തോരം സഹിക്കണം, എനിക്ക് മതിയായി. അവന് കർത്താവിന് ആവശ്യമുണ്ട്. ജോസിനെ കർത്താവ് വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഇത് അനുവദിച്ചിരിക്കണേ. ഡെയ്സി സഹോദരി, നീ വിഷമിക്കണ്ട. അവനിപ്പോൾ എത്ര പ്രായമായി? ഇപ്പൊ എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. ദൈവമേ, 20 വയസ്സായിട്ടുള്ളൂ. അപ്പോഴേക്കും അവനെ ഈ വായിൽ നിന്ന് ബ്ലഡ് വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തി. അവന് ലൂർദിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച്. അപ്പൊ അവന് വേദനിപ്പിക്കുന്നുണ്ട്. അയൽവാസികളിൽ അവന് 124 സങ്കീർത്തനം എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. കേണി തകർന്നു, ഞാൻ രക്ഷപ്പെട്ടു. അവന് പറയും, അവന് കുറെ വേദനകൾ അവന്റെ നമുക്ക് സഹോദരി, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാട്ടെ. ഇതുപോലെ വേദനിക്കുന്ന 100 കണക്കിന് മാതാപിതാക്കളുണ്ട്. നിങ്ങൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കി. ഈ സഹോദരിയുടെ അമ്മയുടെ വേദന 8ാം ക്ലാസ് മുതൽ മദ്യപാനവും മയക്കുമരുന്നും കഞ്ചാവും ദുർനടപ്പും തുടങ്ങി മകന് 20 വയസ്സ് പ്രായമായിട്ടുള്ളൂ. വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന്റെ കണ്ണുനീരോടൊപ്പം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അനേകര് വിളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. 1000 കണ്ണുനീരോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജോസ് എന്ന മകന്റെ മേൽ, ഇമ്മാനുവേലിന്റെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. അവനെ ബന്ധിച്ചിരിക്കുന്ന, അവനെ ബാധിച്ചിരിക്കുന്ന പൈശാചിക പീഡകള്, ഇരുട്ടിന്റെ ശക്തികള്, ദുർനടപ്പിന്റെ എല്ലാ രൂപികളും വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഇതുപോലെ അനേക യുവമക്കളിലേക്ക് പരിശുദ്ധാത്മ ശക്തി കടന്നു ചെല്ലട്ടെ. യേശുനാമ ശക്തി കടന്നു ചെല്ലട്ടെ. കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. യേശുവിന്റെ വചനത്തിന് ശക്തി കടന്നു ചെല്ലട്ടെ. യേശുവിന്റെ തിരുക്കുരിശിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. യേശുവിന്റെ തിരുബലിയുടെ അനന്ത ശക്തി കടന്നു ചെല്ലട്ടെ. കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, ഈശോയെ, ഈ കുടുംബത്തിന്റെ കണ്ണുനീരിലേക്ക് വരണമേ.
കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ വെളിപ്പെടട്ടെ. യേശു നാമത്തിൽ സകല പൈശാചിക പീഡകളും വിട്ടൊഴിഞ്ഞു പോകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. 107-ാം സങ്കീർത്തനം 20-ാമത്തെ വചനം. സഹോദരി, 107-ാം സങ്കീർത്തനങ്ങൾ 107 വചനം 20-ാമത്തെ വചനം. മകന് വേണ്ടി, അവൻ്റെ സൗഖ്യത്തിനും ഡെലിവറൻസിന് വേണ്ടി വിശ്വസിച്ച് കണ്ണുനീരോടെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചോട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അവിടെ ഞങ്ങൾ സെക്കൻഡ് ന്യൂസ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് അവൻ്റെ ജീവിതത്തിൽ കൃപ വർഷിക്കുക, കെട്ടുപൊട്ടിക്കുക കേട്ടോ. പൂർണ്ണമായിട്ട് വിശ്വസിച്ചോ. ഹല്ലേലൂയ. കർത്താവ് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മളെ അറിയിക്കണേ. നമുക്ക് ഒന്നിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം എൻ്റെ സഹോദരങ്ങളെ, ഇതുപോലെ എത്രയോ കുഞ്ഞുങ്ങൾ 4-8-ാം ക്ലാസ്സിൽ തുടങ്ങിയ ഒരവസ്ഥ, 20 വയസ്സ് അവനായിട്ടുള്ള, പക്ഷേ ജീവിതം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായ ആ കുഞ്ഞ്. കാരണം എന്താ? മദ്യപാനം, മയക്കമരുന്ന്, കഞ്ചാവ്, വീരൻകുടി, MDA പോലെയുള്ള മാരകമായിട്ടുള്ള ലഹരികൾക്ക് അവൻ അടിമപ്പെട്ടു പോയി. എൻ്റെ സഹോദരങ്ങൾ, ഇതൊരു കുഞ്ഞിൻ്റെ മാത്രം അനുഭവമല്ല. നമ്മുടെ എത്ര ക്രൈസ്തവ യുവമക്കൾ, എത്രയോ ടീനേജേഴ്സ് ഇതുപോലെ ഈ കെണികളിൽ പിശാച് ബന്ധിച്ചിട്ടിരിക്കുക. നമ്മൾ അതിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിറവോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മുടെ കണ്ണുനീര് കർത്താവിന് കൊടുക്കുവാൻ പറയുന്നത്. കാൽവരിയിലേക്ക് കർത്താവ് കുരിശുമായി യാത്ര ചെയ്യുക. മനുഷ്യവർഗം മുഴുവൻ്റെയും പാപ പരിഹാര ബലിയായി മാറാൻ ഈ യാത്രയിൽ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന സ്ത്രീജനങ്ങളോട് ഈശോ എന്താ പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 28-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 23-28 എന്താ പറയുന്നത്? അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. പറഞ്ഞു, നിങ്ങൾ എന്നെ പ്രതി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. പ്രിയ മാതാപിതാക്കളെ, ഈ വചനത്തിലൂടെ കർത്താവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നിങ്ങളുടെ മക്കളെ പ്രതി കരയുക, തലമുറകൾക്ക് വേണ്ടി കരയുക, മകന് വേണ്ടി മകൾക്ക് വേണ്ടി നിലവിളിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ ത്യാഗമെടുത്ത് മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് നിലവിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് അതാ പറയുന്നത്, നിങ്ങൾ മക്കൾക്ക് വേണ്ടി കരയുക. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കണ്ണുനീര് മറികടന്നു പോകാൻ ഒരിക്കലും കർത്താവിന് കഴിയുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ UK-യിലായിരുന്നു, ഇംഗ്ലണ്ടിലായിരുന്നു. അവിടെ ചില ശുശ്രൂഷകൾക്ക് വേണ്ടി പോയതാണ്. സഹോദരങ്ങളെ, ഇന്ന് ഇംഗ്ലണ്ടിൽ മാത്രമല്ല, ലോകത്തിൻ്റെ അനേകം ദിക്കുകളിൽ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ശക്തമായെടുത്ത് ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ് ഡാമിയൻ സ്റ്റെയിൻസ്. ഏകദേശം 24 വയസ്സ് വരെ മദ്യപാനത്തിലും മയക്കമരുന്നിലും എല്ലാവിധ ദുശീലങ്ങളിൽ അടിമപ്പെട്ട് ദുർനടപ്പോടെ ജീവിച്ചൊരു ചെറുപ്പക്കാരൻ. എന്നാൽ ഡാമിയൻ സ്റ്റെയിൻസ് എന്ന് പറയുന്ന അവൻ്റെ അമ്മ തികഞ്ഞൊരു ദൈവവിശ്വാസിയായിരുന്നു. അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വിശുദ്ധ മോനിക്കായോട് അംബ്രോസ് മെത്രാൻ പറഞ്ഞില്ലേ, കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ചു പോകുകയില്ല. ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് ഡാമിയൻ സ്റ്റെയിൻസ് എന്ന ഈ ചെറുപ്പക്കാരൻ്റെ അമ്മ ഇവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി, ഇവനിൽ പരിശുദ്ധാത്മ കൃപ നിറയാൻ, അഭിഷേകം നിറയാൻ, ദൈവസാന്നിധ്യം നിറയാൻ അമ്മ കണ്ണുനീരോടെ വിശ്വസിച്ച് മകൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാശ്ചിത്തം ചെയ്ത് അമ്മ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വർഷങ്ങളോളം, ഏകദേശം 6 വർഷം പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ. എൻ്റെ സഹോദരങ്ങളെ, ഒരു ദിവസം ഞായറാഴ്ച പരിശുദ്ധ കുർബാന കഴിഞ്ഞ് തന്നെ ഇടവക ദേവാലയത്തിൽ തിരിച്ചു വരുമ്പോൾ ഈ മകൻ ബാബിട്ട് കരയുന്നതാണ് ഈ അമ്മ കണ്ടത്. ആ മകൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് ബൈബിൾ വേണം, എനിക്ക് ബൈബിൾ വായിക്കണം. അത്ഭുതപ്പെട്ടു പോയി. ബൈബിൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ വളരെ ദ്രോഹമായി, പലപ്പോഴും ബൈബിൾ
വലിച്ചെറിഞ്ഞിട്ടുണ്ട് തൻ്റെ മകൻ. ആ മകൻ പറയുകയാണ്, എനിക്ക് ബൈബിൾ വേണം, ബൈബിൾ വായിക്കണം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ മകന് വേണ്ടി, അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി ഈ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ മക്കളെ ഓർത്ത് കരയുക, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെ മക്കളെ ഓർത്ത് നിങ്ങൾ വിലപിക്കുക, നിങ്ങളെ മക്കളെ ഓർത്ത് നിങ്ങൾ കരയുക. അവിടെ മാനസാന്തരത്തിന് വേണ്ടി, വിശ്വാസവർദ്ധനവിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, ഡെലിവറൻസിന് വേണ്ടി, സഭയെ സ്നേഹിക്കുവാൻ, കുദാശകളെ സ്നേഹിക്കുവാൻ, സത്യവചനമനുസരിച്ച് ജീവിക്കുവാൻ, നിങ്ങളെ മക്കളെ ഓർത്ത് കരയുവാൻ ഓരപ്പനോടും അമ്മയോടും കർത്താവ് ആവശ്യപ്പെടുകയാണ്. തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കേണ്ട സമയമാണിത്. എൻ്റെ സഹോദരങ്ങളെ, ഈ സമയത്ത് ഇവൻ മദ്യപിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മ ശക്തി അവനെ ഇറങ്ങി വന്നു. ആ മുറിയിൽ ഒരു ധ്യാനം കൂടിയിട്ടല്ല, കർത്താവ് ഡയറക്റ്റ് അങ്ങ് ഇടപെടുകയാണ്. അവൻ്റെ മേലുണ്ടായിരുന്ന ആ പാപബന്ധനത്തിൻ്റെ കെട്ടുകളെ പരിശുദ്ധാത്മ അഴിച്ചു കളഞ്ഞു. അത്ഭുതകരമായ ഡെലിവറൻസ് ഉണ്ടായി. അറിയാതെ അവൻ വാവിട്ട് കരയാൻ തുടങ്ങി. അവൻ അനുതാപമുണ്ടായി. എൻ്റെ സഹോദരങ്ങളെ, അമ്മയുടെ കണ്ണുനീര് നടന്ന വിശ്വാസത്തോടുള്ള പ്രാർത്ഥന തൻ്റെ മകനെ രൂപാന്തരപ്പെടുത്തി. ഇന്ന് ലോകമെമ്പാടും കർത്താവിൻ്റെ സത്യസുവിശേഷം അറിയിക്കുന്ന പരിശുദ്ധാത്മൻ്റെ കരങ്ങളിലെ ഒരു വലിയ ഉപകരണമാണ് ഡാമിയൻ സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ. ഇന്ന് 19 വയസ്സ് പ്രായമായി. വർഷങ്ങൾക്ക് മുൻപാണ് സംഭവിച്ചത്. എന്നും ദൈവം പ്രവർത്തിക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ മക്കളെ പ്രതി ചങ്ക് തകർന്ന് ഞാനും നിങ്ങളും ഒഴുക്കുന്ന ഓരോ കണ്ണുനീർ തുള്ളിക്കും വലിയ ശക്തിയുണ്ടെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനമാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രോമീസാണിത്. വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ ഈശോ. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു അമ്മയെ പെട്ടെന്ന് കാണിച്ചു തരാൻ പോവാണ്. അതാരാന്നറിയോ? ഹന്ന എന്ന് പറയുന്ന അമ്മയാണ്. ഒരു കുഞ്ഞിനു വേണ്ടി അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അമ്മമാരെ, നിങ്ങളുടെ കണ്ണുനീരിന് വലിയ ശക്തിയുണ്ട്. നിങ്ങൾ കരയേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലാണ്. നിങ്ങളെ വിലിപ്പിക്കേണ്ടത് ദൈവത്തിന് തിരുമുൻപിലാണ്. അവിടെ ഇവിടെയും പോയി കരയല്ല വേണ്ടത്. കർത്താവിൻ്റെ സന്നിധിയിൽ സർവശക്തനും സർവാധിപനുമായ, എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കുവാൻ ശക്തനായ, എല്ലാറ്റിനെയും ഉത്തരമായ, സകലത്തിൻ്റെയും അതിനാഥനും കർത്താവുമായ ഈശോയുടെ സന്നിധിയിൽ നീ കരഞ്ഞാൽ ആ കരച്ചിൽ ഒരിക്കലും പാഴായി പോവില്ല. ഒരിക്കലും പാഴായി പോവില്ല. ആർക്കൊരു സംശയം വേണ്ട. ഹന്ന ഹൃദയം നൊന്തു. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം, ഫസ്റ്റ് സാമുവേൽ 1-ാം അധ്യായം 10-ാമത്തെ വചനം. എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. കണ്ടു മാതാപിതാക്കളെ, ഈ വചനത്തിന്റെ അഭിഷേകം സ്വീകരിക്കാൻ പറ്റൂ? മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുമോ? മുട്ടുമടക്കി കൈവിരിച്ച് നിലവിളിക്കാൻ കഴിയുമോ? കർത്താവേ, എന്റെ കുഞ്ഞിനെ പരിശുദ്ധാത്മ അഭിഷേകം കൊടുക്കണമേ. എന്റെ മകൾക്ക് ദൈവവചനത്തിന്റെ അഭിഷേകം പകരണമേ. വിശ്വാസത്തിന് കൃപ കൊടുക്കണമേ. പ്രാർത്ഥന വരം കൊടുക്കണമേ. നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റൂ? ഈ ഹന്നയുടെ കണ്ണുനീരിന് എന്താ സംഭവിച്ചത്? 20-ാമത്തെ വചനം, 1 സാമുവേൽ 1:20. ആ വചനം ശ്രദ്ധിച്ച്. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ ഒരു പ്രോമിസ് ചൈൽഡ് ആയിരുന്നു സാമുവേല്. ഈ സാമുവേലിനെ കുറിച്ച് എന്താ വചനം പറയുന്നത്? ഇതുപോലെ നമ്മുടെ മക്കളിൽ ദൈവം പ്രവർത്തിക്കും. സാമുവേലിന്റെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. ഹന്ന ആരോടാണ് നിലവിളിച്ചത്? ആ കർത്താവ് തന്നെയാണ് നമ്മുടെ കർത്താവും. ഒരു മാറ്റവുമില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നും
ഒരുവൻ തന്നെയാണ്. വിശ്വസിക്കുന്ന ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മാറ്റമില്ലാത്ത ഈശോ. സഹോദരങ്ങളെ, 1 സാമുവേൽ 3-ാം അധ്യായം 19-ാമത്തെ വചനം എന്താണ് പഠിപ്പിക്കുന്നത്? സാമുവേൽ വളർന്നു വന്നു. കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു. അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. കർത്താവ് സാമുവേലിന്റെ കൂടെ ഇരിക്കുകയാണ്. കാരണം എന്താ? പ്രാർത്ഥിച്ച അഭിഷേകത്തിൽ നിറഞ്ഞൊരു പൈതലായിരുന്നത്. എൻ്റെ മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ കോളേജിലേക്ക് പോകുമ്പോഴും സ്കൂളിലോട്ട് പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും അവർ എങ്ങോട്ട് പോകുമ്പോഴും കർത്താവ് കൂടെ നടക്കുകയാണ്. അവരത് അറിയുന്നില്ലെങ്കിലും ഇത് സത്യമാണ്, കർത്താവ് കൂടെ നടക്കുകയാണ്. ഇനി അവരൊരു പാപം ചെയ്യാൻ ഉദ്യമിച്ചാൽ പോലും ആ പാപത്തിൻ്റെ ഉദ്യമത്തിൽ നിന്ന് അവരെ തട്ടിത്തിരിച്ച് കർത്താവിൻ്റെ വഴിയിലേക്ക് അവരെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ മക്കളെ ഫോളോ ചെയ്യും. എൻ്റെ മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ചോദിക്കട്ടെ, നമുക്ക് എത്ര സമയം അവരുടെ കൂടെ നടക്കാൻ പറ്റും? ഈ കുഞ്ഞുനാളിലൊക്കെ LKG UKG സമയത്തൊക്കെ നമ്മൾ അവരുടെ കൂടെ നടക്കും, അവർ നമ്മുടെ കൂടെ നടക്കും. എന്നാൽ അവർ വളർന്ന് വലുതാകും തോറും അവർ മറ്റു പല വഴികളിലേക്ക് പോവുകയാണ്. സ്കൂളിലോട്ട് പോകുന്നു, യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു, കോളേജിലേക്ക് പോകുന്നു. അവരുടേതായ കാര്യങ്ങളിൽ മുഴുകുമ്പോൾ നമുക്ക് കുഞ്ഞുനാളിൽ നടന്നതുപോലെ അവരുടെ കൂടെ നടക്കാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും അവരുടെ കൂടെ ആയിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ ശ്രദ്ധിക്കണമേ, നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും അവരെ അനുഗമിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന അവരെ ഫോളോ ചെയ്യുന്നു. വിശ്വാസത്തോടു കൂടിയുള്ള ഒരു അപ്പൻ്റെ, ഒരു അമ്മയുടെ പ്രാർത്ഥന, നമ്മുടെ മകൻ സ്കൂളിലോട്ട് പോകുമ്പോൾ ആ പ്രാർത്ഥന അവനെ ഫോളോ ചെയ്യുക. അവനിത് കോളേജിലേക്ക് പോകുമ്പോൾ ആ പ്രാർത്ഥന അവനെ കോളേജിലേക്ക് അവനോടൊപ്പം ഫോളോ ചെയ്ത് അനുഗമിച്ചു കൊണ്ടിരിക്കുക. അവൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു, അവനൊരു ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ ആ പ്രാർത്ഥന അവന് ചുറ്റും, അവൾക്ക് ചുറ്റും കോട്ടയായിട്ട് മാറുകയാണ്. സഹോദരങ്ങൾ, അതിശയോക്തി പറയല്ല. നിങ്ങളെ ഒന്ന് വൈകാരികമായി നിങ്ങളെ ഒന്ന് ഇളക്കുവാൻ പറയുന്ന കെട്ടിച്ചമച്ച ചില അനുഭവങ്ങളല്ല ഇത് കർത്താവിൻ്റെ പരിശുദ്ധമായ വചനമാണ്. ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളാണ്. ഇത് പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനകളാണ്. സഹോദരങ്ങളെ, ചങ്ക തുറന്ന് വിശ്വസിച്ചോ, അവിടെയാണ് ദൈവപ്രവൃത്തി. ഞാൻ ഈ അനുഭവങ്ങളോട് അത് പറയാത്തതിന് കാരണം സമയം പോകാതുകൊണ്ടാണ്. എത്രയും അനുഭവങ്ങളുണ്ട് സഹോദരങ്ങളെ. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാ, എൻ്റെ അമ്മയുടെയും എൻ്റെ അപ്പൻ്റെയും എൻ്റെ പേരൻസിൻ്റെ പ്രാർത്ഥനയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഞാൻ കുറച്ച് നാളുകൾക്കും ബാംഗ്ലൂരിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ കണ്ണുനീരോടെ ആനന്ദത്തോടെ ആ ലോഗോസ് ധ്യാന കേന്ദ്രത്തിലെ അവൻ വളരെ കൃപയോടെ ശുശ്രൂഷ ചെയ്യുക. അവൻ്റെ തീഷ്ണത കണ്ടപ്പോൾ, കർത്താവിനോടുള്ള അവൻ്റെ ആ കമ്മിറ്റ്മെൻറ്റ്, ഇൻറ്റിമസി കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവൻ പറഞ്ഞു, 4 കൊല്ലം മുമ്പ് വരെ എനിക്ക് ഈശോയുമായി ഒരു ബന്ധമില്ലായിരുന്നു. ഞാൻ തികഞ്ഞ പാപത്തിലാണ് ജീവിച്ചത്. എന്നാൽ ഒരു ദിവസം, ഞാൻ ആ പാപ സാഹചര്യം പറയുന്നില്ല, ഒരു പാപം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അത്ഭുതകരമായി കർത്താവിൻ്റെ ആത്മാവ് ആ ചെറുപ്പക്കാരനെ തൊട്ടു. അവൻ ആ പാപം ചെയ്യാൻ കഴിഞ്ഞില്ല സഹോദരങ്ങളെ. ആ സ്പോട്ടിൽ ദൈവകൃപ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അതിനുശേഷം ഒരു വീക്കെൻഡ്, 3 ദിവസത്തെ ഒരു വീക്കെൻഡ് ധ്യാനത്തിൽ അവൻ പങ്കെടുത്തു. ആ ധ്യാനത്തിലൂടെ കർത്താവ് യേശുവിനെ കണ്ടുമുട്ടുവാൻ പരിശുദ്ധാത്മാവ് അവനോട് കരുണ കാണിച്ചു. ആ ചെറുപ്പക്കാരൻ പറയാണ്, അന്ന് ആ പാപം എനിക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എനിക്ക് ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, ആ പാപം ചെയ്യാനുള്ള ശേഷിയില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള സാഹചര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, എൻ്റെ മാതാപിതാക്കളുടെ കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന, വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന എൻ്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്തു. എന്നെ കൺവെർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ഈശോയെ അറിഞ്ഞു. എത്ര അനുഭവങ്ങളുണ്ട് സഹോദരങ്ങളെ. പ്രാർത്ഥന എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിന് അസാധ്യ പവറാണ്. ദൈവത്തോളം വരുന്ന സാധ്യതയാണ് പ്രാർത്ഥനയുടെ സാധ്യത. അതാണ് ഏറ്റവും പവർഫുള്ളായ വെപ്പൺ. അതിനെ നിർവീര്യമാക്കാൻ ഇതുവരെ പിശാചും ഒരു മനുഷ്യനും മറ്റൊരായുധം
കണ്ടുപിടിച്ചിട്ടില്ല. വിശ്വസിക്കുക സഹോദരങ്ങൾ, വിശ്വസിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വേറെ ഒരു കോള് ഒത്തിരി പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. എങ്കിൽ പോലും നമുക്ക് സമയപരിധി മൂലം നമുക്ക് വീണ എന്നൊരു സഹോദരി, വടക്കാഞ്ചേരി സെക്കൻഡ് റോസ് ഇന്ന് ഇവിടെ സ്ഥിതി ചെയ്യുന്നതിന് 17 കിലോമീറ്റർ അകലെയാണ് വടക്കാഞ്ചേരി. തൻ്റെ മകന് വേണ്ടി അവൾ പ്രാർത്ഥന സഹായം ചോദിക്കുകയാണ്. സഹോദരി പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വീണ, മകന്റെ പേരെന്താ? വിനു വർഗീസ് അല്ലേ? എന്താണ് സഹോദരി, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് വേദനിപ്പിക്കുന്ന വിഷയം? 3 വർഷമായിട്ട് അവൻ ദേവാലയത്തിൽ പോകുന്നില്ല, പരിശുദ്ധ കുദാശകളില്ല, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവോ? അപ്പോൾ അവന് പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഈശോയും ഒരു ബന്ധവുമില്ല അല്ലേ? അവനിപ്പോ എത്ര വയസ്സായി, എത്ര പ്രായമായി? 19 വയസ്സായിട്ടുള്ള അവനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒന്നായിട്ടില്ല അല്ലെ? സഹോദരി വിഷമിക്കണ്ട കേട്ടോ. നമ്മുടെ കണ്ണുനീര് കാണുന്നവനാ നമ്മുടെ കർത്താവ്. ആ മറിയത്തോട് ചോദിച്ച അതേ ചോദ്യം യോഹന്നാന്റെ സുവിശേഷം, അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 20:15 എന്തിനാണ് സ്ത്രീ നീ കരയുന്നത്? സഹോദരി, ഈ വേദന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് പ്രകാശിപ്പിച്ചൊരു വചനം അതാണ്. മകളെ നീ എന്തിനാണ് കരയുന്നത്? മകനെ ഓർത്തുള്ള സങ്കടമാണ്. വിശ്വാസമില്ല, അവന് വിശ്വാസം തകർന്നൊരവസ്ഥ. പരിശുദ്ധ കുദാശകളില്ല, പ്രാർത്ഥനയില്ല, കുടുംബമായി ബന്ധമില്ല, ഉത്തരവാദിത്വ ബോധമില്ല. അവനിങ്ങനെ അവനെ തോന്നിയതുപോലെ നടക്കുകയാണ്. സഹോദരി, നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നമ്മൾ ഈ വചനത്തിലൂടെ കേട്ടില്ലേ, കർത്താവിനൊന്നും അസാധ്യമല്ല. നമ്മുടെ സാധ്യത എന്ന് പറയുന്നത് എന്താണ് സഹോദരി? ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ സാധ്യത. വിശ്വസിച്ച് എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ലൂക്ക് 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പൊ സഹോദരി, നിന്റെ മകനെ കൃപയിലേക്ക് നയിക്കാൻ കർത്താവ് ശക്തനാണ്. ആ കുഞ്ഞിനെ മാത്രമല്ല, ഇതുപോലെ ഞാൻ പറഞ്ഞു, ഇതൊരു കുഞ്ഞിന് മാത്രം അവസ്ഥയല്ല, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ്. അവരെ വീണ്ടെടുക്കുവാൻ, വിമോചിപ്പിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവിന് കഴിയും. കർത്താവിൻ്റെ ആത്മാവിന് കഴിയും. സഹോദരി, നീ എല്ലാ ദിവസവും യെശയ്യാ പ്രവചനം 59 അധ്യായം 21 വചനം മകന് വേണ്ടി, മറ്റു മക്കൾക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഒരൊറ്റ മോനുള്ളൂ. ദൈവമേ, ഒരേ ഒരു മകൻ. നമ്മൾ ആ മകന് വേണ്ടി, അവനിൽ ആത്മാവ് നിറയാൻ, കൃപ നിറയാൻ, വിശ്വാസം നിറയാൻ, വിശുദ്ധി നിറയാൻ, അഭിഷേകം നിറയാൻ. യെശയ്യാ പ്രവചനം 59 അധ്യായം 21 വചനം നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോട്ടോ. ഇവിടെ സെക്കൻഡ് ന്യൂസിലെ ഇടമുറിയാതെ 24 മണിക്കൂർ ആരാധന ശുശ്രൂഷകൾ, പ്രാർത്ഥനകളുണ്ട്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വരും ദിനങ്ങളിൽ കർത്താവ് ഒരു തീർപ്പുണ്ടാക്കി തരും. കർത്താവ് ഇടപെടുമ്പോൾ അത് ഇവിടെ പങ്കുവെക്കണേ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കട്ടോ. ഒരു നിമിഷം എൻ്റെ സഹോദരങ്ങളെ, ഈ സഹോദരൻ കണ്ണീര് കണ്ടു. മകനെ ഓർത്ത് 19 വയസ്സ് പ്രായമുള്ള, വിശ്വാസം ഒട്ടുമില്ലാതെ വല്ലാതെ വേദനിക്കുന്ന ഈ അമ്മയുടെ കണ്ണുനീരിനോട് ചേർന്ന് നമ്മൾ ആയിരങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്, 10,000 ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ വിശ്വാസം തകർന്നിരിക്കുന്ന മക്കളിലേക്ക് സത്യവിശ്വാസത്തിന്റെ കൃപ ഒഴുകപ്പെടുവാൻ, വിശ്വാസത്തിന്റെ തീ പടരുവാൻ, വിശ്വാസത്തിന്റെ അഭിഷേകം ഒഴുകപ്പെടുവാൻ, വിശ്വാസത്തിന്റെ അത്ഭുത ശക്തിയാൽ അവരെല്ലാം നിറയപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് കരം ഉയർത്തി ഒരു മനസ്സോടെ വിളിക്കുന്നു, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ, 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 കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വലിയ കൃപ, വലിയ കൃപ, വലിയ കൃപ. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. Hallelujah, hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. എൻ്റെ സഹോദരങ്ങളെ കണ്ടില്ല, എന്തുമാത്രം മാതാപിതാക്കളാണ് വേദനിച്ച് കഴിയുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ ജനം വലിയ ആവശ്യത്തിലാണ്, എൻ്റെ ജനം വലിയ കഷ്ടതയിലാണ്, എൻ്റെ ജനം വലിയ കണ്ണുനീരിലാണ്, അവർ കഠിനമായ വേദനയിലാണ്. സഹോദരങ്ങളെ, ഒരു ആശ്വാസത്തിന് വേണ്ടി ജനം ചെതറി ഓടുകയാണ്. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. വിളിക്കപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ ജനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവർക്ക് കർത്താവിനെ കൊടുക്കുകയും വേണം. നമ്മൾ
അവിടെ ദൈവത്തിന് ആത്മാവ് പ്രവർത്തിക്കും. ഞാനൊരു വചനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വചനം. അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളെ മുഖാഭിമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപ്പകൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച നിങ്ങൾ ആ വചനം? എൻ്റെ മാതാപിതാക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച ആ വചനം? സഹോദരങ്ങൾ ശ്രദ്ധിച്ച് പൗലോസ്ലീഹ എന്താ പറയുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുന്നതിന് വേണ്ടി ഞങ്ങൾ രാപ്പകൽ ദൈവസന്നിധിയിൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വചനം നമുക്ക് തരുന്ന ആലോചന എന്താണ്? പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുവാനുള്ള അത്ഭുത ശക്തിയുണ്ട്. മാതാപിതാക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ മക്കളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുവാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ മക്കളുടെ ജീവിത വിശുദ്ധി, ആ വിശുദ്ധിയുടെ കുറവ് നികത്തുവാനുള്ള ശക്തി നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ട്. അവരിലുള്ള ദൈവകൃപയുടെ കുറവ് നിറവാക്കി മാറ്റുവാനുള്ള ശക്തി, പ്രിയ പിതാവേ, മാതാവേ, നിന്റെ പ്രാർത്ഥനയ്ക്കുണ്ട്. വിശ്വസിക്കണം, സംശയിക്കരുത്. ചിലത് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ മനസ്സ് മടുത്തു പോകും. എന്തിനാ ഈ ജീവിതം എന്ന് ചിന്തിച്ചു പോകും. തളരരുത്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ഏത് വിശ്വാസക്കുറവും നികത്തുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഞാൻ ഒരിക്കലും ഓർക്കുകയാണ്, ഒരു ധ്യാന കേന്ദ്രത്തിൽ 5 ദിവസം ധ്യാനം നടത്താൻ പോയതാണ്. താബോറിലാണ്. എൻ്റെ സഹോദരങ്ങളെ, 3-ാം ദിവസം, കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്, ഒരു അമ്മ മകളെ കൊണ്ടുവന്നു. അവൾ കേരളത്തിന് പുറത്തൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. എഞ്ചിനീയറിംഗ് 3rd ഇയറായി. അവൾ തോറ്റിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ പ്രത്യേകത, ഇവൾ നന്നായിട്ട് മദ്യപിക്കും, അല്പസ്വല്പം കഞ്ചാവുണ്ട്, നന്നായി സിഗരറ്റ് വലിക്കും. ഇവൾക്ക് പല വിധത്തിലുള്ള ബന്ധങ്ങളാണ്, 4ഉം 5ഉം ചെറുക്കന്മാരായിട്ടുള്ള ബന്ധങ്ങൾ, മ്ലേച്ഛ ജീവിതം. ഇതെല്ലാം പറഞ്ഞ് ഈ അമ്മ ഇങ്ങനെ വാവിട്ട് കരയാണ്. ബ്രദറെ, പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ. ഇവളൊരു കൂസലുമില്ലാതെ അമ്മ ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ ചിന്തിച്ചു, ദൈവം ഇതെങ്ങനെ സാധിക്കുക? ഒരു മനസാക്ഷിയില്ലാതെ ഇവളിങ്ങനെ വളരെ കാമായിട്ട്, അവൾക്കതൊന്നൊരു വിഷയമല്ല. അവൾ വേറൊരു വേൾഡിലാണ്, വേറൊരു റിലത്തിലാണ് അവർ. അവസാനം അമ്മയുടെ മുഖത്ത് നോക്കി ഷാർപ്പായിട്ട് ഇങ്ങനെ ചങ്ക് തുളയ്ക്കുന്ന വിധത്തിൽ, കുത്തി കീറുന്ന വിധത്തിൽ ഈ മകള് പറയാം, കരഞ്ഞോ, കണ്ണീര് വറ്റുമ്പോൾ തന്നെ കരച്ചിൽ നിന്നോളും. കരഞ്ഞോ, ഇനിയും കരഞ്ഞോ. കണ്ണീര് വറ്റുമ്പോൾ തന്നെ കരച്ചിൽ നിന്നോളും. ഇതെൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചു. 3 ദിവസമായിട്ട് ഇവൾക്കൊരു മാറ്റമില്ല സഹോദരങ്ങളെ. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, അത് ടീമിൽ പങ്കുവെച്ച്. ഈ അമ്മയും വന്നിട്ടുണ്ട് അവിടെ ധ്യാനിക്കാൻ. മോളെയും കൂട്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവെ, ഈ ധ്യാനത്തിൽ നീ ആരെ തൊട്ടില്ലെങ്കിലും ആ കുഞ്ഞിനെ കർത്താവെ നീ സ്പർശിക്കണമേ. ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അമ്മയും പ്രാർത്ഥിച്ചു, പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു. ധ്യാനത്തിന് 4-ാം ദിവസം വചന ശുശ്രൂഷയ്ക്ക് ശേഷം രാത്രി ആരാധനയിൽ എൻ്റെ സഹോദരങ്ങൾ വെച്ച് കെട്ടി പറയല്ല, കർത്താവിൻ്റെ അത്ഭുത ശക്തി ആ മകളിലേക്ക് ഇറങ്ങി വന്നു. ജീസസ് ഈസ് ദ ലിബറേറ്റർ. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. കർത്താവ് യേശുവിന് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം തരാൻ പറ്റുകയുള്ളൂ. കർത്താവിൻ്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം വെളിപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശക്തി ആ മകളിലേക്ക് ഇറങ്ങി വന്നു. അവളുടെ മേലുള്ള പൈശാചിക കെട്ടുകള്, സാത്താൻ ബന്ധിച്ചിരുന്ന വിവിധങ്ങളായ ബന്ധനത്തിന്റെ കുരുക്കുകളെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റി. അവൾ വാവിട്ട് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അത്ഭുതകരമായ അഭിഷേകവും ആനന്ദം അവളിലേക്ക് വന്നു. ആരാധനയ്ക്ക് ശേഷം ആ പെൺകുഞ്ഞെ സ്റ്റേജിലേക്ക്, അൾത്താരയിലേക്ക് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ,
എന്തെന്നില്ലാത്തൊരു ആനന്ദം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ഞാൻ വലിയൊരു അടിമത്തത്തിലായിരുന്നു, വലിയൊരു അന്ധതയിലായിരുന്നു. കർത്താവ് എന്നെ തൊട്ടു. ഐ ആം സേവ്ഡ്, ഐ ആം സേവ്ഡ്. കർത്താവിനെ രക്ഷിച്ചു, കർത്താവിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് അവളിങ്ങനെ തുള്ളിച്ചു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തുള്ളിച്ചാടുന്ന വിധം ആത്മാവിന്റെ ആനന്ദം കൊണ്ട് നിറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, വല്ലാത്തൊരു ആനന്ദം തോന്നി. എനിക്കൊരു കാര്യം മനസ്സിലായി. ഉപദേശമോ ഇതൊക്കെ വേണം നമുക്ക്, പക്ഷെ ഉപദേശം കൊണ്ടൊന്നും ഇനി വലിയ പ്രയോഗം. കർത്താവിന്റെ ശക്തി ഇറങ്ങണം, ഡെലിവറൻസ് ഉണ്ടാകണം, പരിശുദ്ധാത്മ പ്രവർത്തിക്കണം, എങ്കിലേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് വചനം പറയുന്നത്. വിശ്വാസത്തിന്റെ കുറവ് നികത്താൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, പ്രാർത്ഥനയ്ക്ക് കഴിയും. നമുക്ക് ഈ ബോധ്യത്തോടെ എൻ്റെ സഹോദരി സഹോദരങ്ങളുടെ മാതാപിതാക്കളെ വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു കോളും കൂടി നമുക്കൊന്ന് എടുക്കാം. മേബിൾ ആലപ്പുഴയിൽ നിന്നാണ്. മകൻ്റെ മദ്യപാനം വലിയ കൊടിയ തകർച്ച അല്ലേ? നമുക്ക് സഹോദരി മേബിൾ, ഈശോയെ നന്ദി. എന്താ മകന്റെ പേരെങ്ങനെയാ? സ്റ്റാലിൻ അല്ലേ? മകൻ എന്ത് പ്രായമായി? 32 വയസ്സ്. 32 വയസ്സ്. വിവാഹം കഴിഞ്ഞോ? ഇല്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല. സ്റ്റാലിൻ എന്താ ചെയ്യുന്നത്? ബിൽഡിങ്ങിന്റെ പണിയാണ് അല്ലേ? അവന് അവന് എന്ത് മദ്യപാനാണ്? എന്താ അവന്റെ വിഷയം? മദ്യപാനം കൊണ്ട് കുമ്പസാരവും കുർബാനയൊന്നുമില്ല. ഒന്നുമില്ല. പള്ളിയിൽ പോകും, കുമ്പസാരിക്കാൻ. പ്രാർത്ഥനയും വിശ്വാസ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവോ? ഇല്ല, പ്രാർത്ഥന പങ്കെടുക്കല്ലേ. പള്ളി വിശ്വാസത്തിന്റെ തകർച്ച. വിശ്വാസം എവിടെ തകരുന്നു അവിടെ എല്ലാവിധ നാശവും സംഭവിക്കുകയാണ്. അതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ മേബിൾ സഹോദരി, വിഷമിക്കണ്ട കേട്ടോ. അവന്റെ പേര് പറഞ്ഞ പേര് വിട്ടുപോയി. പേരെന്താണ്? സ്റ്റാലി. നമുക്ക് സ്റ്റാലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. അവൻ പരിശുദ്ധാത്മ നിറയാൻ ആയിരങ്ങളിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് നമ്മൾ ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുക. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അത്ഭുത കൃപയും ശക്തിയും സ്റ്റാലിന് ഇറങ്ങി വരാനൊപ്പം ഇതുപോലെയുള്ള അനേകം മക്കള് പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി കണ്ണുനീരോടെ നമുക്ക് ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ. ഈ അമ്മയുടെ കണ്ണീര് കണ്ട് അത്ഭുതങ്ങൾ ചെയ്യണമേ. വിശ്വാസത്തിന്റെ കുറവ് നികത്താൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ദൈവത്തിനെ പഠിപ്പിക്കുന്നുവല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ വെളിപ്പെടട്ടെ, ഹീലിംഗ് ഉണ്ടാകട്ടെ, ഡെലിവറൻസ് ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് ഇതുപോലെ എല്ലാ പൈശാചിക പീഡകളും നാരിക ശക്തികളും ഇരുട്ടിന്റെ വ്യാപാരങ്ങളും അന്ധകാര പോരുകളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ കുരിശിലെ ബലിയുടെ അനന്ത യോഗ്യതകളാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മാതാപിതാക്കളെ, നമ്മുടെ കണ്ണുനീര് കർത്താവിന് കൊടുക്കുക. 2 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. യേശയ്യ 44:3 യേശയ്യ 59:21. ഈ 2 വചനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, വ്യക്തിപരമായി പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥനയിലൊക്കെ നിങ്ങൾ മനസ്സിൽ യേശയ്യ 44:3 യേശയ്യ 59:21 ഈ 2 വചനങ്ങളും മക്കളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രോമിസ് വചനങ്ങളാണ്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ മാസത്തിലും നമ്മളിതുപോലെ, അത് കർത്താവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത്. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി സഹായം, ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷ എല്ലാ മാസവും നിങ്ങൾ അറിയിക്കും. കടന്നു വരണം. അതുപോലെ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ അറിയിക്കുകയാണ്. നാളെ മുതൽ 3 ദിനങ്ങൾ, ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും 3 ദിനങ്ങൾ ഇന്ത്യൻ സമയം രാത്രി 9 മുതൽ 10:30 മണി വരെ മണിപ്പൂർ നമ്മുടെ ജനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആ ടൈറ്റിൽ കണ്ട സഹായം ദൈവത്തിൽ നിന്ന്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാനും കർത്താവ് നൽകുന്ന സ്വസ്ഥതയിലേക്ക് കർത്താവിൻ്റെ ജനം സംരക്ഷണമുണ്ടാകാൻ അവിടെ അതുപോലത്തെ പീഡകൾ നടക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് മസിൽ പവർ കൊണ്ടും മണി പവർ കൊണ്ടൊന്നും ഇതില്ലാതാക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് കർത്താവിൻ്റെ കരം വെളിപ്പെടേണ്ടതിന് മേൽ സഹായം ദൈവത്തിൽ നിന്ന് തന്നെ വരണം. എങ്കിലേ ഈ കലാപവും ഈ അക്രമമൊക്കെ അവസാനിക്കുള്ള സഹോദരങ്ങളെ. അതിനുള്ള വഴി പ്രാർത്ഥിക്കുക. ദൈവജനം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കും. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും.
ദൈവം തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. വളരെ പ്രധാനപ്പെട്ട 3 ദിനങ്ങളാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറ്റുന്നൊരു നാൾ. ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. 10,000ങ്ങളോട് പറയുക, 1000ങ്ങളോട് നിങ്ങൾ പറയുക. രാത്രി 9 മുതൽ 10:30 വരെ അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും അത് വിവിധ രാജ്യങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾ ഈ 3 ദിനങ്ങളിൽ നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ അനേകരോട് പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് 10,000ങ്ങൾ നിലവിളിക്കുമ്പോൾ കർത്താവ് തൻ്റെ ജനത്തിന് സമാശ്വാസം നൽകും, സംരക്ഷണം നൽകും. നമുക്കതിനായി പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയം ആരാധനയ്ക്കുള്ളൂ. നമുക്ക് തീഷ്ണതയോടെ ഉള്ള സമയം, വളരെ തീഷ്ണതയോടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, ഞങ്ങൾ വിശ്വസിക്കുന്ന നിത്യരക്ഷ നിശ്ചയം. വിശ്വസിക്കുന്ന കർത്താവേ, നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറു. വിശ്വസിക്കുന്ന കർത്താവേ, നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെന്നവനകലുകില്ല. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ വരുന്ന കർത്താവായ യേശുവിനെ നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ അനേക ആയിരങ്ങളെ കണ്ണുനീരോടുകൂടി ചേർത്ത് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന കർത്താവേ, ജീവനുള്ള ദൈവമേ, സർവശക്തനെ, സർവാധിപനെ, ഞങ്ങൾ ഒന്നിച്ചങ്ങി ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി, 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 നന്ദി. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവ് ദിവ്യകാരുണ്യമായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യയിൽ എഴുന്നള്ളി വന്നിരിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ രാജാവാണ് ദിവ്യകാരുണ്യത്തിലായിരിക്കുന്നത്. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? 2000 വർഷങ്ങൾക്ക് മുൻപ് മറിയത്തോട് ചോദിച്ച അതേ ചോദ്യം കർത്താവ് ഇന്ന് മാതാപിതാക്കളായ എന്നോട് നിങ്ങളോടും ചോദിക്കുക. ഓരോ അപ്പനോടും അമ്മയോടും കർത്താവ് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? അതെ സഹോദരൻ, നമ്മുടെ കരച്ചിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കളുടെ വിശ്വാസ തകർച്ചയെ പ്രതി, നമ്മുടെ മക്കളുടെ വഴിവിട്ട ജീവിതത്തെ പ്രതി, നമ്മുടെ മക്കളുടെ അനാസ്ഥകളെയും അലസതയെയും പ്രതി, നമ്മുടെ മക്കളുടെ പാപദുശീലങ്ങളെ പ്രതി, നമ്മുടെ മക്കളുടെ വിവിധങ്ങളായ നാശത്തെ പ്രതിയാണ് ഇന്ന് നമ്മൾ കരയുന്നത്. നമ്മുടെ കണ്ണുനീർ കർത്താവിന് കൊടുക്കുക. നമ്മുടെ കണ്ണുനീർ കർത്താവിന് കൊടുക്കുക. നമ്മൾ 56-ാം സങ്കീർത്തനത്തിൽ കണ്ടു, നിന്റെ കണ്ണുനീർ കണങ്ങൾ എന്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. മക്കളെ ഓർത്തുള്ള നമ്മുടെ നിലവിളികൾ, മക്കളെ ഓർത്തുള്ള നമ്മുടെ കണ്ണുനീരുകൾ കർത്താവ് തന്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ആ കണ്ണുനീരിൽ ഒന്നുപോലും പാഴാകുവാൻ കർത്താവ് അനുവദിക്കുന്നില്ല. അൾത്താരയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച്, എല്ലാവരും കരങ്ങൾ തുറന്നു പിടിച്ച്
എല്ലാവരും കരങ്ങൾ തുറന്നു പിടിച്ച് ഇത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് അത്ഭുതകരമായ ശക്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം, നമ്മുടെ മക്കളിലേക്ക് വ്യാപരിക്കുന്ന സമയം. പ്രിയ മാതാവേ, പിതാവേ, നീ കണ്ണുനീരോട് നിലവിളിക്കുമ്പോൾ, വിശ്വാസത്തോടെ നിലവിളിക്കുമ്പോൾ, നുറുങ്ങിയ ഹൃദയത്തോടെ നിലവിളിക്കുമ്പോൾ, സഹായം ദൈവത്തിൽ നിന്ന് കർത്താവിന്റെ കരം വെളിപ്പെടുകയാണ്. കർത്താവിന്റെ ശക്തി ഇറങ്ങി വരികയാണ്. കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. പാപത്തിന്റെ കെട്ടുകളെ, പൈശാചിക കെട്ടുകളെ, നാരകീയ കെട്ടുകളെ, അടിമത്വത്തിന്റെ കെട്ടുകളെ, അവിശ്വാസത്തിന്റെ കെട്ടുകളെ, മാരകമായ ലഹരികളുടെ കെട്ടുകളെ, അന്ധവിശ്വാസത്തിന്റെ കെട്ടുകളെ, തെറ്റായ പ്രണയ കുരുക്കുകളുടെ കെട്ടുകളെ, അവിഹിത ബന്ധങ്ങള്, പ്രണയ കുരുക്കുകള്, പ്രേമചതികള്, വഴിവിട്ട ജീവിതത്തിന്റെ കെട്ടുകള് എല്ലാം കർത്താവ് അഴിച്ചു കളയുന്ന സമയം കരങ്ങളെ അതിനാപൂർവം തുറന്നു പിടിച്ച് ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയായിരിക്കണമേ കർത്താവേ, കരുണ ചൊരിയണമേ. ഇത് ദിവ്യ കാരുണ്യത്തിൽ നിന്ന് കർത്താവിന്റെ വിമോചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. വിമോചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഹൃദയം നുറുങ്ങി വിളിക്ക് മക്കളെ, ഹൃദയം നുറുങ്ങി വിളിക്ക് മക്കളെ, ഓർത്ത് നിലവിളിക്ക്, ചങ്കപൊട്ടി വിളിക്ക്. ഇത് കൃപയുടെ സമയം, കർത്താവ് ഇടപെടുന്ന സമയം, അനുഗ്രഹത്തിന്റെ സമയം, വിമോചനത്തിന്റെ സമയം, ഇത് സൗഖ്യത്തിന്റെ സമയം, പാപക്കെട്ടുകൾ അഴിയുന്ന സമയം. എല്ലാവരും വിശ്വസിച്ച് വിളിക്കുന്നു, യേശുവേ, ഈശോയെ, ഈശോയെ, ഈശോയെ. വിളിച്ച മക്കളെ, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ കൂടെയുള്ളതാ, സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ, സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ എല്ലാ മക്കളിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ, സകല കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. റിലീസ്, റിലീസ്. യേശുവിൻ കൂടെയുള്ളതാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഈ വലത് കരം ഇങ്ങനെ കർത്താവിന് മുൻപിലേക്ക് നീട്ടിപ്പിടിച്ച്, അനുഗ്രഹിക്കുന്ന പോലെ നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിശ്വാസത്തിൽ കാണും. പലരും വീട്ടിലുണ്ടായിരിക്കണമെന്നില്ല, പല മക്കൾക്കും വിശ്വാസമില്ല, പലരും പലവിധ ബന്ധനത്തിലാണ്, പലവിധത്തിലുള്ള തിന്മയുടെ സ്വാധീനത്തിലാണ്. പ്രിയ മാതാപിതാക്കളെ, സങ്കടപ്പെടരുത്. നിങ്ങൾ അനുഗ്രഹിക്കുന്ന വിധത്തിൽ കരങ്ങൾ നീട്ടിപ്പിടിച്ച് വിശ്വാസം നിങ്ങളുടെ മക്കളെ കാണും. കർത്താവ് അവരെ അനുഗ്രഹിക്കുന്ന സമയം. നിങ്ങളും മാതാപിതാക്കൾക്ക് വലിയ 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 കർത്താവിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ജീവിതങ്ങളെ ബലമുള്ളതാക്കുന്നു. നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും, നിങ്ങളെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും, മകളെ അനുഗ്രഹിച്ച് പറയുകയും ആ പൈശാചിക രൂപികള്, പൈശാചിക പീഡകള്, തിന്മയുടെ ശക്തികള്, വിപരീത ബുദ്ധികള്, മറുതലിപ്പിന്റെ ബുദ്ധികള്, ചീത്ത പറയാ, കള്ളം പറയാ, വാടുന്ന നുണ പറയാ, സതി, കാപട്യം, അതുപോലെ തന്നെ ലോകാരൂപി, സുഖാരൂപി, മേച്ഛകരമായ വ്യഭിചാര അരൂപി, അശുദ്ധിയുടെ അരൂപി, അലസതയുടെ അരൂപി, ഈ വൈശാചിക രൂപികൾ, പീഡകൾ വിട്ടൊഴിഞ്ഞു പോകുക. കർത്താവായ യേശുവിന്റെ നാമം വിളിച്ച്, യേശുവിന്റെ നാമം വിളിച്ച്, യേശുവിന്റെ നാമം വിളിച്ച്, അത്ഭുത നാമത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മക്കളെ അനുഗ്രഹിച്ച് ഒരിക്കൽ കൂടെ ഒന്നിച്ച് വിളിക്കുന്നു, ഈശോയെ. വിളിച്ച് വിളിച്ച മക്കളെ യേശു നാമം വിളിച്ച് വിശ്വാസത്തോടെ വിളിച്ച്, ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. സഹോദരങ്ങളെ,
നമ്മൾ നിരാശപ്പെടരുത്. മക്കളെ ഓർത്ത് വിഷാദത്തിലേക്ക് പോകരുത്. കർത്താവിൻ്റെ പ്രോമീസുകളിൽ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. അവിടുന്ന് വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവമാണ്. യെശയ്യാ 44:3, യെശയ്യാ 59:21 ഈ ദിനങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. എല്ലാ മാസത്തിലും ഉള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള, മക്കളെ ഓർത്ത് നീറി കഴിയുന്ന പേരൻസിന് വേണ്ടിയുള്ള സഹായം ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഒത്തിരിയേറെ കൃപകൾ, അനുഗ്രഹങ്ങൾ കർത്താവ് തരുന്ന ഒരു അഭിഷേക ശുശ്രൂഷയാണ് ഈ ഒരു ശുശ്രൂഷ. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം, അനേകരോട് പങ്കുവയ്ക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ മുതൽ 3 ദിനങ്ങൾ, ഞായർ, തിങ്കൾ, ചൊവ്വ, മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി, മണിപ്പൂരിലെ ജനത്തിന് വേണ്ടി, ഒപ്പം ലോകമെമ്പാടും ക്രൈസ്തവ മക്കൾ പീഡിപ്പിക്കപ്പെടുന്ന പീഡിത സഭകൾക്കെല്ലാം വേണ്ടി കണ്ണുനീരോടെ നിലവിളിക്കുകയാണ്. ദൈവജനം നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സഹായിക്കും. ദൈവത്തിൽ നിന്ന് സഹായം വരും. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. മുട്ടുകുത്തി നിന്ന് ഈശോ തരുന്ന ആശീർവാദം സ്വീകരിക്കുകയാണ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ കർത്താവ് തരുന്ന ഈ ബ്ലെസ്സിങ് സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായി ഒരുങ്ങുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ. നമ്മൾ ഒന്നിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകുന്ന ആശീർവാദം നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്വീകരിച്ചുകൊണ്ട് ഓരപ്പനും അമ്മയും ഒന്നിച്ച് വിളിക്കുന്നു, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഡെലിവറൻസുകൾ വെളിപ്പെടട്ടെ, സൗഖ്യശക്തി നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി പുറമായി ശിരസ് നമിച്ച് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.